ക്രിസ്തുവിൽ പ്രിയരെ, നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ ഒരു ശുശ്രൂഷകൻ തൻ്റെ കൂട്ടുവിശ്വാസികളുമായി തുറന്ന് സംസാരിക്കുന്ന, ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. നിശ്ചയിക്കപ്പെട്ട പ്രസംഗ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയും ആ പറഞ്ഞ കാര്യങ്ങൾ നീണ്ടുപോവുകയും ചെയ്തതാണ് ഈ വീഡിയോയിലുള്ളത്. ആ കാരണത്താൽ പ്രസംഗത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് പറയുന്ന ഒരു രീതിയല്ല, തുറന്നുള്ളൊരു സംസാരമാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തും എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു കേൾവി സുഖം ലഭിക്കണമെന്നില്ല, കാരണം അതിൻ്റെ ഒഴുക്ക് പല ഭാഗത്തും തടയപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് വാത്സല്യ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ആ ഒരു ചിന്തയിൽ ഇത് കേൾക്കുക. ഈ മെസ്സേജ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടതല്ല. എന്നാൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും പറഞ്ഞു, ഇതിൽ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണ്, അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് അവരെല്ലാം പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അവരെല്ലാം പറയുകയും ഒരു ഉൾപ്രേരണ തോന്നുകയും ചെയ്തതുകൊണ്ട് ഞങ്ങളിത് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾ സദയം കേൾക്കുക. നമ്മൾ ഇന്ന് ദൈവവചനത്തിലേക്ക് കടക്കുമ്പോൾ, കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ ബഹുമാനപ്പെട്ട ഓർത്തഡോക്സ് അച്ഛൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നോണമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ പിന്നെ വീണ്ടും സ്നാനവും പരിച്ഛേദനയും ഒക്കെയായ വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കടന്നു വന്നു. എന്നാൽ അച്ഛൻ നമ്മളോട് ചോദിച്ച ഏതാണ്ട് ഒരു 10-12 ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലെ അവസാനത്തെ ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ സകല കാര്യങ്ങളും ക്രിസ്തു കേന്ദ്രീകൃതമാണല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് തൃത്വദൈവ ആരാധനയിലേക്ക് ത്രിയേക ദൈവത്തെ അന്വേഷിക്കുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ആഴ്ച മുതൽ ആ ഒരു കാര്യത്തിലേക്കും ഒരല്പമായ ഒരു എത്തിനോട്ടം നടത്തേണ്ടതുണ്ട്. ശരിക്കും ഈ വിഷയം ഞാൻ പറയുമ്പോൾ അച്ഛനോടുള്ള മറുപടി എന്നുള്ള നിലയിലാണ് തുടർന്ന് മെസ്സേജിലേക്ക് വരുമ്പോൾ പറയുന്നതെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ത്രിയേക വിശ്വാസം എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് മെസ്സേജിലേക്ക് കടന്നിട്ടല്ല, അതിനു മുമ്പ് പറയുകയാണ്. കഴിഞ്ഞ ഈ 100 വർഷത്തെ പെന്തക്കോസ്തിൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ ആരംഭകാലത്ത് വചനത്തിന് വലിയ പ്രാധാന്യവും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇടക്കാലത്ത് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ആ സത്യം നമ്മൾ അംഗീകരിക്കാതെ തരവില്ല. പബ്ലിക്കിൽ പോയി പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരുതരം എന്താ പറയുക, ഭ്രാന്ത് പിടിച്ച ആളുകളെ പോലെ എല്ലാം പരക്കം പായുന്ന ഒരു കാഴ്ച. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതുപോലെ തന്നെ വിശുദ്ധ തിരുവെഴുത്ത്, ആ തിരുവെഴുത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നത്. ദൈവത്തെ നമ്മൾ അടുത്തറിയുന്നത് വിശുദ്ധ തിരുവെഴുത്തിലൂടെയാണ്. ആ തിരുവെഴുത്ത് പഠിക്കുകയോ വേണ്ട വിധത്തിൽ പ്രസംഗിക്കുകയോ ജനത്തെ ധരിപ്പിക്കുകയോ ചെയ്യാതെ ആളുകളെല്ലാം പിടിച്ച് സ്നാനപ്പെടുത്തി പെന്തക്കോസ്തി കൊണ്ടുവന്നു. ഇപ്പോൾ ചോദ്യങ്ങളുടെ മുമ്പിൽ ചൂളിപ്പോവുകയാണ്. പല ചോദ്യങ്ങളും നിങ്ങളിവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾ ഓടുന്ന വഴി കാണില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെയൊക്കെ പേരെനിക്ക് കാണാം, നല്ല മനോഹരമായ പേരുകളാണ്. ന്യൂസിലാൻഡിലെ സഭയിലും പിന്നെ വേറെ അന്താരാഷ്ട്ര സഭകളിലൊക്കെ നിങ്ങളൊക്കെ മെമ്പേഴ്സാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാസ്റ്ററെയോ ഒരു ചർച്ചിനെയോ അല്ല ഞാനീ പറയുന്നത്. മൊത്തത്തിൽ ജനത്തിൻ്റെ ശ്രദ്ധ മുഴുവനും തിരുവെഴുത്തിൽ നിന്ന് മാറി, അതായത് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ദൈവത്തിൽ നിന്ന് മാറിയിട്ട് ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടി. 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ എനിക്ക് ആ അച്ഛൻ്റെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ. കാരണം പല ഇൻസിഡൻസും ഉണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് ഒത്തിരി പാളിച്ചകൾ, അവരുടെ വലിയ തകർച്ചകളും വലിയ കുഴപ്പങ്ങളും ഒക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ 2 വീഡിയോ കാണിക്കാൻ വെച്ചിട്ടുണ്ട്. അത് അവരുടെ തകർച്ചയുടെ കാര്യമാണ്. പക്ഷെ അവരുടെ തകർച്ചയൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ തകർച്ചയാണ് നമ്മുടെ വിഷയം. അവരുടെ തകർച്ചയിൽ നമ്മളെന്താ ആനന്ദിക്കാനാ? നമ്മളും നമ്മുടെ പാസ്റ്റേഴ്സും നമ്മുടെ വിശ്വാസികളും ഇരുട്ടത്ത് തപ്പുന്ന പോലെ തപ്പിത്തടഞ്ഞ ഒരു കഴിഞ്ഞ കാലം. വലിയ ബൈബിൾ പണ്ഡിതന്മാരും സെമിനാരികളും MTHും ഡോക്ടറേറ്റും ഉള്ളവരൊക്കെയാണ് നമ്മുടെ ഇടയിലെ വലിയ പങ്കാളുകളും. എന്നിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. ഈ സമൂഹം ട്രാക്ക് തെറ്റിപ്പോവുകയാണ്. ഇവർ വരുവാനുള്ള മണവാളനെക്കുറിച്ചുള്ള ചിന്തയിലല്ല, ലോകമയത്വത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ സഹോദരിമാർ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ, അവരൊക്കെ നല്ല മനുഷ്യരാണ്, നല്ല സഹോദരിമാർ നേരിട്ട് തന്നെ ആ നല്ല സഹോദരിമാരൊക്കെ ചോദിക്കുന്ന നല്ല ചോദ്യങ്ങളും മണ്ടൻ ചോദ്യങ്ങളാണ്.
ആ ചോദ്യങ്ങളാണ് ബഹുഭൂരിപക്ഷത്തെയും ഭരിക്കുന്നത്. ആ സഹോദരിമാരുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, 5 സെൻറ്റ് സ്ഥലമുണ്ട്, അതിലൊരു വീട് വയ്ക്കുന്നതിൽ യേശുക്രിസ്തുവിന് എന്താ അത്ര കോപം എന്ന് ചോദിക്കുന്നത്. യേശുക്രിസ്തുവിന് കോപം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചില്ല അങ്ങനെയൊന്നും. നിങ്ങളുടെ ലൈഫിലെ പ്രയോറിറ്റി എന്താണെന്ന് കാണണം. മഹാരാജാവായ ദാവീദ്, അത് ഞാൻ അടുത്ത ദിവസത്തെ ഒരു മെസ്സേജ് പറയാനിരിക്കുകയാണ്. ദാവീദിൻ്റെ എയിം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ആ പ്രയോറിറ്റി, അത് 132 സങ്കീർത്തനത്തിലുണ്ട്. അത്യുന്നതനായ ദൈവത്തിന് ഒരു മന്ദിരം പണിയാതെ താൻ ഇനി ശയ്യമേൽ കയറി കടക്കില്ലെന്നും താൻ ഇനി കണ്ണടയ്ക്കണമെങ്കിൽ ആ കാര്യത്തിന് ഒരു മുടിവ് വരുത്തണം. ആ കാര്യമാണ് തൻ്റെ പ്രഥമമായ ലക്ഷ്യമെന്ന ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത് എന്താ? തുടക്കത്തിൽ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതൊന്ന് വായിച്ചേ ഷിജു പാസ്റ്റേ. ഓക്കെ, ആരാന്ന് വെച്ചാ. ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എന്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എന്റെ കണ്ണിന് ഉറക്കവും എന്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ഈ വാക്യത്തിൻ്റെയൊക്കെ ഡെപ്ത് എന്താ? ദാവീദ് പറയുന്നത്, യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, എൻ്റെ കണ്ണിന് ഉറക്കവും കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ ദാവീദിന് ദൈവത്തിനൊരു ആലയം പണിയണമെന്നുള്ളൊരു വാഞ്ചയാണത്. ദാവീദിൻ്റെ ഉള്ളിലെ ഒരു കത്തലാണ്, ദൈവത്തിനൊരു ആലയം പണിയണം. ഇപ്പം നമ്മെ സംബന്ധിച്ച് നമ്മുടെ കത്തൽ എന്നതാ? നമുക്ക് ഈ കത്തൽ വേണ്ടേ? ന്യായപ്രമാണ യോഗക്കാരനായ ദാവീദിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കത്തലുണ്ടെങ്കിൽ ആ ദാവീദിൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു വരികയാണ്, അല്ലെങ്കിൽ ദാവീദിൻ്റെ പുത്രനായ ശലോമോൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു വരികയാണ്. അവിടെ ദാവീദിന് ലഭിക്കപ്പെട്ട അളവിനാൽ തൻ്റെ മകനായ ശലോമോനാണ് ആലയം പണിയുന്നത്. ഇവിടെ പുതിയ നിയമത്തിൽ പിതാവായ ദൈവത്തിന് വേണ്ടി പുത്രൻ ഒരു ആലയം പണിയാണ്. അത് എത്രയോ ഭാഗങ്ങളിലുണ്ട്. അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ സൂചനയുണ്ട്. ആ വാക്യങ്ങളൊന്നും ശലോമോനെ ഉദ്ദേശിച്ചല്ല എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ദൈവസഭയുടെ പണിയെക്കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 14 വരുമ്പോൾ അതും പെൻഡിങ്ങിലിരിക്കുന്നൊരു വിഷയമാണ്. സാറ്റർഡേ മീറ്റിങ്ങിൽ പെൻഡിങ്ങിലിരിക്കുന്നൊരു വിഷയമാണ്. മീൻസ് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള വാക്യത്തിൻ്റെ ഒന്നും ഉത്തരം പെന്തിക്കോസിന് മനസ്സിലായിട്ടില്ല. മെജോറിറ്റി പെന്തിക്കോസിന് മനസ്സിലായിട്ടില്ല. മനസ്സിലായവർ ധാരാളം ഉണ്ടാവും, എന്നാൽ മെജോറിറ്റിക്ക് മനസ്സിലായിട്ടില്ല. അവർ വിശ്വസിക്കുന്നത് സ്വർഗത്തിൽ ദൂതന്മാർ തൂമ്പെ പിക്കാസും കൂന്താലിയും കൊണ്ട് എല്ലാ കാടും പടലൊക്കെ വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സമയം കിട്ടിയിട്ടില്ല ഒരുക്കി തീർക്കാൻ. ഒരുക്കി തീർത്താൽ നമ്മളെ കൊണ്ടുപോകുന്ന വിചാരിക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലെ എല്ലാ പഠനങ്ങളുടെയും കൺക്ലൂഷൻ പോലെ അവിടെ കിടക്കുകയാണ്. ദൈവം പണിയുന്ന ദൈവത്തിൻ്റെ നിവാസം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ നിവാസം. ഇവിടെ ദാവീദ് ശയ്യമേൽ കയറി കിടക്കില്ല, അത്യുന്നതിനൊരു നിവാസം കണ്ടെത്തും വരെ. ആ നിവാസത്തിൻ്റെ പണി, അതാണ് ദാവീദിൻ്റെ ഹെഡേക്ക് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു ഹെഡേക്കുമില്ല. നമ്മളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഹെഡേക്കൊന്നുമില്ല. നമുക്കെന്താ ഹെഡേക്കില്ലാത്തത്? നമ്മുടെ രക്ഷ. അതിൻ്റെ പഠനങ്ങളിലൊന്നും ഇപ്പം ന്യൂസിലാൻഡിലെ ചർച്ചിൽ ഒത്തിരി പേരുണ്ടല്ലോ, അവരിലെല്ലാവരെയും ഒന്നും ഞാനിവിടെ കാണുന്നില്ല. ഓപ്പണായിട്ട് പറയുക, അവരൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടിരിക്കുന്നവരായിരിക്കും. ന്യൂസിലാൻഡിൽ 2 ഉദയജിമാരും ഒരു പാട്ടുകാരനും ഇരിപ്പുണ്ട്. ബാക്കി ആളുകളൊക്കെ എവിടെ പോയി? 10 കുഷ്ഠരോഗികൾ സൗഖ്യമായില്ലേ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടെത്തണം. നാക്കണം, സിറിയ പിടിച്ചിരിക്കുന്നു വിമതന്മാർ. എന്താ സിറിയയുടെ പ്രത്യേകത? ഇസ്രായേലിൻ്റെ വടക്ക് വശത്തുള്ള രാജ്യമാണ്. അപ്പോൾ എല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. ഡ്യൂട്ടിയൊക്കെ പറയുമെങ്കിൽ ഈ കാര്യങ്ങൾ വല്ലതും അറിയാവോ? ഇങ്ങനത്തെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് വല്ലതും പിടി കിട്ടിയിട്ടുണ്ടോ? നേരെ ചുവന് ഇത് പിടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, മീറ്റിങ്ങിലൊന്നും അറ്റൻഡ് ചെയ്യേണ്ട, പ്രസംഗമൊന്നും കേൾക്കണ്ട. അല്ലാത്ത നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായിട്ടില്ലെങ്കിൽ വില കൊടുക്കണം, അന്വേഷിക്കണം. ജോലിയൊക്കെ മാറ്റി വെക്കേണ്ടി വരും, ലീവ് എടുക്കേണ്ടി വരും. വേണമെങ്കിൽ ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നത്തേതിൽ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട മെസ്സേജുകൾ കേൾക്കണം. എന്നിട്ട് കാര്യങ്ങളിലേക്ക് വരണം, ബോധ്യങ്ങളിലേക്ക് വരണം. അല്ലെങ്കിൽ അച്ഛന്മാരും കപ്പ്യാരിമാരൊക്കെ എടുത്തിട്ട് നമ്മളെ അമ്മാനം ആടി കളിക്കും, മറുപടി ഇല്ലാതെ കിടന്ന് വിയർക്കും. അങ്ങനെ വിയർക്കാതിരിക്കണമെങ്കിൽ കണ്ടില്ലേ, സീരിയസ് ആയൊരു വാക്യമാണ് മുമ്പിൽ കൊണ്ടുവന്നത്. നമ്മുടെ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. നമ്മൾ വേറെ പല കാര്യങ്ങളോ പറയുന്നത്. രക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും സീരിയസ് ആയൊരു കാര്യം എന്താ? പടുകുഴി കിടന്ന് നമ്മെ ഉദ്ധരിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നു. എന്തിനെന്നുള്ളൊരു കാര്യമാണ്. രക്ഷിച്ച് കൊണ്ടുവന്നു, അവിടെ കൊണ്ട് തീരുകയാണോ? അത് പല ആംഗിളിൽ നിന്ന് പഠിക്കണ്ടേ. രക്ഷിച്ചു കൊണ്ടുവന്ന നമ്മെ
തൻ്റെ രാജ്യത്തിൽ രാജാക്കന്മാരാക്കണം. പെട്ടെന്ന് അങ്ങ് രാജാവാകുമോ? രാജാക്കന്മാരെ പോലെ വിളിച്ചിരിക്കുന്നതെങ്കിലും രാജാവാകണമെങ്കിൽ അതിന് ചില രീതികളുണ്ട്. അടുത്ത് നമ്മെ പുരോഹിതന്മാരായിട്ട് വിളിച്ചിരിക്കുന്നു. 2 പ്രധാന കാര്യമാണ്. പുരോഹിതനാണെങ്കിൽ പെട്ടെന്ന് പുരോഹിതനാകാൻ പറ്റുമോ? പുരോഹിതനാകണമെങ്കിൽ അതിൻ്റെ വിളി മുതലുള്ള കാര്യങ്ങൾ പഠിക്കണം. ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് കൃപാസനത്തെങ്കിൽ ചെന്ന് തത്സമയ സഹായത്തിനും കരുണയ്ക്കുമായിട്ട് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഗ്രഹിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ ക്വാളിറ്റി ടൈം വേർതിരിക്കണം, ദൈവവചന പഠനത്തിനും കാര്യങ്ങൾക്കുമൊക്കെ. അല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഓടി ഞാനതിൽ വീട് വെച്ചാൽ യേശുക്രിസ്തു കോപിക്കുമോ എന്നൊക്കെ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ മറുപടി പറയുന്നത്? നിങ്ങൾ പലരും ചിന്തിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്ന നമ്മെ തൻ്റെ ആലയമാക്കി മാറ്റണം, നമ്മെ പണിതൊരുക്കണം പർവ്വതത്തിലെ മാതൃക പ്രകാരം. അത് ആര് പണിയും? യേശുക്രിസ്തുവാണ് പണിയുന്നത്. അതാണ് എബ്രായ ലേഖനവും അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങളും തരുന്ന ബോധ്യം എന്ന് പറയുന്നത്. അവിടെ ശലോമോൻ പണിതെങ്കിൽ ഇവിടെ യേശുക്രിസ്തു പണിയുന്നു. അതിനു മുൻപ് മോശ പണിതെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തു പണിയുന്നു. ശലോമോനും മോശയും നിഴലായി നിൽക്കുന്നു. ഇപ്പോൾ അതിൻ്റെ പൊരുളായിട്ട് യേശുക്രിസ്തു നിൽക്കുന്നു. പണിയുന്നത് തൻ്റെ കൂടാരമാണ്, പണിയുന്നത് തൻ്റെ ആലയമാണ്. അതാരാ? ഞാനും നിങ്ങളുവാ. അപ്പോൾ അതിൽ നമ്മുടെ പങ്ക് എന്താ? നമ്മുടെ സമർപ്പണവും നമ്മുടെ ആ ഡിസയറും. എന്താ ഡിസയർ? ആഗ്രഹം എന്താ? താല്പര്യം എന്താ? വല പ്രകാരത്തിൽ വരാൻ പോകുന്ന നിത്യതയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിൻ്റെ ഓഹരിയും പങ്കാളിത്തവും എനിക്ക് ലഭിക്കണം. അതായത് ഞാൻ ദൈവത്തിൻ്റെ ആലയമായി തീരണം, ഞാൻ ദൈവത്തിൻ്റെ കൂടാരമായി തീരണം. അതിനുവേണ്ടി ആ ഒരു ഉത്സാഹത്തിൽ ദാവീദ് പറഞ്ഞ് അത്രയും പറയണ്ട, കടലയിലൊക്കെ കയറി കിടന്നോ, അതിനൊന്നും കുഴപ്പമില്ല. ദാവീദ് പറഞ്ഞ എന്താ? ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല. അങ്ങനെയല്ലേ? ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല. ആ രാജകീയമായൊരു കിടപ്പുണ്ടല്ലോ കാട്ടില്ലേൽ, ഡൺലപ്പിൻ്റെ മെത്തലല്ലേ ദാവീദ് കിടക്കുന്നത്? 1,00,000 രൂപ വിലയുള്ള ഡൺലപ്പിൻ്റെ മെത്ത, അതിലാണോ ദാവീദ് കിടക്കുന്നത്? അങ്ങനെയായിരിക്കും, മഹാരാജാവല്ലേ. പക്ഷെ ദാവീദ് പറയാ, അതിനകത്തൊന്നും കിടക്കാൻ എനിക്കൊരു സുഖം തോന്നുന്നില്ല. കാരണം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അല്ലെ ഞാൻ മുഖാന്തരം എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ കാര്യത്തിൻ്റെ നിവൃത്തി. എന്തായാലും നിങ്ങളോടുള്ളൊരു സന്ദേശമാണ് തുടക്കത്തിൽ ഞാൻ തന്നത്. ആ സന്ദേശത്തിലേക്ക് വരിക ഒരു പ്രവാചക ശബ്ദമായിട്ടങ്ങ് എടുക്കണം കേട്ടോ. തലയിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് മകനെ മകളെ എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു പ്രവാചക ശബ്ദമായിട്ടാണ്. പുറത്തുള്ള ആരോടുമല്ല, റെക്കോർഡിങ്ങിന് മുമ്പ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഓരോരുത്തരോടും അറസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് സംസാരിക്കുന്നതായിട്ട് കൂട്ടിക്കോ. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് മുൻഗാമിയായ ദാവീദ് തൻ്റെ ഹൃദയാഭിലാഷം കുറിച്ചു വെച്ചിരിക്കുക. അത്യുന്നതനായ ദൈവത്തിനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കയില്ല, ഞാൻ എൻ്റെ ശയ്യമേൽ കിടക്കയില്ല, ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. വിഷയത്തിൻ്റെ ഗൗരവമല്ലേ അത് കാണിക്കുന്നത്? വിഷയത്തിൻ്റെ ഗൗരവം അതാണ് പത്രോസ് പറയുന്നത്. ദാവീദ് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ടാണ് പത്രോസ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അത് ഉറപ്പാക്കണമെന്ന്. വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് വരണമെന്ന്. നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെച്ചു, എന്നിട്ട് നമ്മളെല്ലാം പെന്തിക്കോസിൽ കൊണ്ടുവന്നു. പെന്തിക്കോസിൽ കൊണ്ടുവന്നതെല്ലാം ഇട്ടുമൂടാനുള്ള എന്തെങ്കിലുമൊക്കെ തരാനും തലയുടെ മുകളിലൂടെ എല്ലാം കമത്താനും ഒക്കെയാണോ? നമുക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കാനല്ലോ ആണോ? നമ്മളെ ഈ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കോരിയെടുത്ത് എന്തിനു വേണ്ടിയാ? ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ഇനി ജീവിക്കുന്നവർ, തുടർന്നുള്ളത് കേൾക്കണം കേട്ടോ, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ. മരിച്ചുയർത്തവൻ്റെ ആഗ്രഹം എന്താ? മരിച്ചുയർത്തവൻ ആഗ്രഹിക്കുന്നത് നമ്മെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആലയമാക്കി തീർക്കണമെന്നാണ്, കൂടാരമാക്കി തീർക്കണമെന്നാണ്. നമ്മളൊരു സമർപ്പണത്തിലായിരിക്കണം. 24 മണിക്കൂറും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക, അറബിക്ക് ഇട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആമീനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സീരിയസ് ആകട്ടോ, തമാശയൊന്നുമല്ല, വളരെ സീരിയസ് ആണ്. നിത്യതയിൽ നിങ്ങൾ കരയും, നിത്യതയിൽ നിങ്ങൾ ലജ്ജിക്കും. അതിന് ഇട വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ വചനം പഠിക്കണം, ഓരോരോ വിഷയത്തിൽ തറവാകണം, ബോധ്യങ്ങളുണ്ടാകണം, നല്ല ബോധ്യങ്ങളുണ്ടാകണം. ഇവിടെ എന്ത് പ്രൊമോഷൻ കിട്ടിയെന്നോ, എത്ര ഉയർച്ച ലഭിച്ചെന്നോ, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടിയെന്നോ, ബാങ്ക് ബാലൻസ് എത്ര വേണമെങ്കിലും കൂട്ടിക്കുക, എനിക്കൊരു കട്ടൻ ചായ പോലും വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയുക, ഒരാളുടെയും കട്ടൻ ചായ വേണ്ട. പക്ഷെ നിങ്ങളെ വളരെ സ്നേഹം കൊണ്ടാണ് ബുദ്ധി ഉപദേശിക്കുന്നത്. എനിക്കിന്ന് അച്ഛൻ്റെ, അതായത് ഇന്ന് ഞാൻ അവസാനം 6 മാസം മുമ്പുള്ള അച്ഛൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് വേണ്ടിയൊരു പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ 1-2 കാര്യം എബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എബിക്ക് അയച്ചു കൊടുത്തു. അതെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭാരം വന്നു സഹോദരങ്ങളെ, ഭയങ്കര ഭാരം.
ചെറിയ ഭാരമൊന്നുമല്ല വന്നത്. ആ ചോദ്യത്തിനകത്ത് ഒരു ഭാഗത്ത് അച്ഛൻ പറയുകയാണ്, അതായത് ഒരു വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്, ഒരു പെന്തക്കോസ്ത് കല്യാണം. ആ പെന്തക്കോസ്ത് കല്യാണത്തിൽ എന്താ സാധാരണ ഈ ഉഭയസമ്മതം ചൊല്ലുക അല്ലേ? പെന്തക്കോസ്ത് കല്യാണത്തിൽ അതിലെ ഏറ്റവും സീരിയസ് ആയ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനേതായാലും പറഞ്ഞു പോയി, അല്ലെങ്കിൽ ചോദിക്കാമായിരുന്നു നിങ്ങളോട്. നിങ്ങളെല്ലാം ചാടിക്കയറി പറയും കൈ പിടിപ്പിക്കുന്നതെന്ന് പറയും. കൈ പിടിപ്പിക്കുന്നതിനകത്ത് എന്നാ കാര്യം ഇരിക്കുന്നത്? അതല്ല പെന്തക്കോസ്ത് കല്യാണം. ആ വരനെയും വധുവിനെയും നിർത്തിക്കൊണ്ട്, ജീവനുള്ള ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ, വിശുദ്ധ സഭയുടെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഉഭയസമ്മതം ചൊല്ലിക്കൊടുക്കുകയാണ്. അത് മണവാളനും മണവാട്ടി ഏറ്റു ചൊല്ലുകയാണ്. ആ ഉഭയസമ്മതത്താൽ മുപ്പിരിച്ചരട് ചേർത്ത് പിരിക്കുകയല്ലേ, അത് പിരിയാബന്ധമായിട്ട് മാറുകയാണ്. രണ്ടുപേരും തങ്ങളിലുള്ള അവരുടെ വാക്കുകൾ കൊണ്ട് ഉഭയസമ്മതത്താൽ അവർ പരസ്പരം ബന്ധിതരായി തീരുകയാണ്. അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് അവർ കരങ്ങളെ കൊടുക്കുന്നത്. അതിൻ്റെ പ്രതിഫലം എന്നോണം അതിന് ഈ ഉഭയസമ്മതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാം. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഫോറിൻ സെക്രട്ടറിമാർ അതായത് ഒരു പ്രത്യേക വിഷയം ഡോക്യുമെൻ്റ് ചെയ്തു. ഡോക്യുമെൻ്റ് എല്ലാം ചെയ്തിട്ട് അവർ ഫൈനൽ അതിനകത്ത് സൈൻ ചെയ്യും. അതിനാണ് നമ്മൾ ഉഭയസമ്മതത്തിൻ്റെ കാര്യം പറയുന്നത്. എഴുതി വെച്ച കാര്യങ്ങൾ അവർ അതിനടിയിൽ ഒപ്പിടുന്നു. നമ്മളിവിടെ വാക്കാൽ പറയുന്നു. സൈനിങ്ങിന് പകരം വാക്കാൽ പറയുന്നു. അവസാനം പറയുമല്ലോ, ഈ പറഞ്ഞ കാര്യത്തിൻ്റെ എല്ലാം അപ്പുറം ഒടുക്കം പറയും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞത് പൂർത്തീകരിക്കുന്നു. അത് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നത്തേതിൽ ഈ 2 ഫോറിൻ സെക്രട്ടറിമാരും ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൈ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും. അത് ലോകത്തിൻ്റെ ഒരു ക്രമമാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ എല്ലായിടത്തും ഉള്ളൊരു ക്രമമാണ്. അധികാരികൾ തമ്മിൽ ഓക്കെ പെട്ടെന്നൊന്നും എനിക്ക് കണ്ണും കാണാൻ മേലാതെ ആയില്ല ദൈവമേ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണീന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. പെട്ടെന്ന് വന്നപ്പോൾ വയസ്സായതിൻ്റെ എല്ലാ ലക്ഷണവും കാണിച്ചു തുടങ്ങി. കൊട്ടാരക്കരയിലെ അപ്പോസ്തലൻ്റെ അടുത്ത് പോയി ഇച്ചിരി പ്രായം കുറച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പുള്ളിയെക്കുറിച്ച് വള്ളമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ചെന്നാൽ പുള്ളി സമ്മതിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഫോറിൻ സെക്രട്ടറിമാർ കരം കൊടുക്കുന്നത് പോലെ വരനും വധുവും അല്ലെങ്കിൽ മണവാളനും മണവാട്ടിയും കരം കൊടുക്കുകയാണ്. കൈ കൊടുത്ത് പബ്ലിക്കായിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നു. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഒരു അവസാനം എന്നോണം പറയുകയാണ്. ഓക്കെ, ഒരു വർഷം മുമ്പ് നടന്നൊരു കല്യാണമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സമയത്തൊക്കെ ഈ കരം കൊടുക്കുമ്പോഴും ഞാനും കെട്ടിച്ചിട്ടൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പം ഞാൻ കെട്ടിച്ച ആൾക്കാരൊന്നും ഈ പഞ്ചായത്തിലെങ്ങും ഇല്ല അല്ലേ? അപ്പം എന്താ, അപ്പോൾ അങ്ങനെ കൈയൊക്കെ കൊടുക്കുന്ന സമയത്ത്, കരം പിടിപ്പിക്കുന്ന സമയത്ത് ശുശ്രൂഷകൻ പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ആശീർവദിക്കുകയാണ്, ബ്ലസ് ചെയ്യുകയാണ്. ഒടുക്കം ആശീർവാദ പ്രാർത്ഥന പോലും ഉണ്ടല്ലോ. ആ പ്രാർത്ഥനയിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ഈ പറച്ചിലുകളെല്ലാം പറയുമ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അപ്പോൾ ഈ അച്ഛൻ ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയാവോ? ഈ ഒരു വർഷം മുമ്പ് ഒരു പെന്തിക്കോസ് കല്യാണത്തിന് ശുശ്രൂഷകൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പറഞ്ഞപ്പോൾ പെണ്ണ് പറഞ്ഞു പോയി പണി നോക്കാൻ. പെണ്ണ് തലയാട്ടിക്കൊണ്ട് നിന്നു. അതൊന്നും പറയാൻ കൂട്ടാക്കിയില്ല, ഒരക്ഷരം മിണ്ടാൻ കൂട്ടാക്കിയില്ല. മിണ്ടാൻ കൂട്ടാക്കുക എന്നല്ല, യേശുക്രിസ്തുവിൻ നാമത്തിൽ നിന്നും അങ്ങനെ എന്തോ പറഞ്ഞത്. ഞാനിപ്പോൾ അത് മറന്നുപോയി. രംഗം എൻ്റെ ഓർമ്മയിലുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. അത് ടോട്ടലി കൺഫ്യൂഷനല്ലേ അവിടെ ഉണ്ടായത്. ആ വീഡിയോസ് ഈ ആളുകളുടെ എല്ലാ ഇടയിൽ പ്രചരിച്ചില്ലേ? അവിടെ സംഭവിച്ച ഭയങ്കരമായ പാളിച്ച എന്താ? ആ ശുശ്രൂഷകൻ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആർജവത്വത്തെയും ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ആ മണവാട്ടി പെൺകൊച്ചിനും സല്യൂട്ട് കൊടുക്കുന്നു. അവളുടെ വിശ്വാസത്തിലാണ് അവൾ ഉറച്ചു നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ചെറുക്കനെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഇളകിയൊന്നുമില്ല. എന്നാ ശരി, ഇപ്പം ഇങ്ങനെ പിടിപ്പിച്ചേക്കാം എന്നൊന്നും അവൾ ചിന്തിച്ചില്ല. അവൾ കടുകിട മാറാൻ സമ്മതിച്ചോ? അതൊക്കെ ഈ നമ്മുടെ പെൺപിള്ളേരൊക്കെ കണ്ടു പഠിക്കണ്ടേ? അത് ഫോളോ ചെയ്യരുത്. ആ തെറ്റായ കാര്യത്തെ കണ്ടിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഗുണപാഠം എടുക്കാമല്ലോ. ആ കാര്യം തെറ്റായിരിക്കാം, പക്ഷേ നമ്മളെന്താ അതിന് പറയുന്നത്? ആ സമർപ്പണത്തെ. ഇപ്പോൾ അജ്മൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാനി ഇന്ത്യയിൽ വന്ന ആളുകളെല്ലാം വെടിവെച്ച് കൊന്നു. അതൊരു നെഗറ്റീവായ കാര്യമാണ്. പക്ഷേ ലഷ്കർ എ തോയ്ബയുടെ ഒരു 1/2 hour മെസ്സേജ് കേട്ടപ്പോൾ, വെറും 1/2 മണിക്കൂർ, അവനൊരു സീരിയസ് കേഡറല്ല, അവൻ 1/2 hour ആകെ കേട്ടത്.
ആ അരമണിക്കൂർ മെസ്സേജിൽ ഉത്തേജനം പ്രാപിച്ചുകൊണ്ട് അവനൊരു തോക്ക് കൊടുത്തുകൊണ്ട് മുംബൈയിൽ വന്ന എത്ര പേരെ വെടിവെച്ച് കൊന്നത്. അവൻ്റെ ആ സമർപ്പണം, അവനെ എർവാദ ജയിലിലിട്ട് കൊല്ലാൻ നേരത്ത് പോലും അവൻ കുലുങ്ങിയില്ല. അവൻ അവസാന നിമിഷം വരെ, അത് അവൻ്റെ വിശ്വാസമൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മുടെ യൗവനക്കാരൊക്കെ വലിയ ഭാരമുള്ള വിഷയമാണ് ഇതൊക്കെ. നമ്മുടെ യൗവനക്കാരത്തികളെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പലതിനും ഒരു അടിസ്ഥാനമില്ല. പണ്ട് കാലത്ത് പെന്തക്കോസ്തിലേക്ക് വന്ന ആളുകൾ അവർ ഒരു സുവിശേഷം കേട്ടു, അങ്ങനെയൊക്കെയാണ് വന്നത്. ഇന്ന് പെന്തക്കോസ്തിൽ അങ്ങനെയല്ല. മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന പിള്ളേരെയൊക്കെ പിടിച്ചിട്ട് സ്നാനപ്പെടുത്തി വിടുകയല്ലേ. അവർക്ക് അങ്ങനെ വലിയ പഠനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ സഭായോഗം എന്ന് പറയുന്ന അതിൽ വന്ന് തൃപ്തി അടഞ്ഞ് വീട്ടിൽ പോകുന്നു, മടങ്ങിപ്പോകുന്നു. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങളെ മനസ്സിലാകുന്നില്ല. എനിവേ ആ ശുശ്രൂഷകൻ ആർജവത്തോടെ നിന്നു. പക്ഷേ ആ ശുശ്രൂഷകനെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ, ആ പയ്യൻ്റെ ചർച്ചിലെ പാസ്റ്റർ അയാളെ ഓർക്കുമ്പോൾ സഹതാപമല്ലേ. ഇപ്പോൾ ഒരു ഓർത്തഡോക്സിലെ ഒരു അച്ഛന് പോലും നമ്മുടെ നേരെ കൈ ചൂണ്ടാൻ ഒരു അവസരമല്ലേ ഇട്ട് കൊടുത്തത്. അവർ പെന്തിക്കോസ്തുകാരാ. പക്ഷേ ഈ പെൺകുട്ടി എവിടാ? വൺനെസ് പെന്തിക്കോസ്റ്റിലെയാണ്. എന്ന് വെച്ചാൽ പെന്തിക്കോസുമായിട്ട് അതിന് തന്നെ ബന്ധമൊന്നുമില്ല. വൺനെസ് പെന്തിക്കോസ്റ്റ്, അതായത് യേശുനാമക്കാരെന്നുള്ള പേരിൽ അറിയപ്പെടും. വൺനെസ് പെന്തിക്കോസ്റ്റ്. കല്യാണം ആലോചിക്കുമ്പോൾ ബോധമില്ലാതെ ആലോചിക്കും. ഇതിന് ഞാൻ മുന്നേ ഒരു പ്രസംഗിച്ചു. എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബത്തിൽ ഒരു ബ്രദറുകാരൻ പയ്യൻ വന്ന് പെണ്ണ് കണ്ടു. ആ പെണ്ണ് കണ്ടതിൻ്റെ പേരിൽ ഞാൻ മെസ്സേജിനകത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. ആ വീട്ടുകാർ ഹിരോഷിമയിലിട്ട ബോംബ് കൊണ്ടുപോയി ഇടാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഇട്ടു. എന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നല്ല വെള്ളയൊക്കെ ചമഞ്ഞു. ലോകം മുഴുവൻ ഒരു ബോംബിട്ടു. അതായത് ഞാൻ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആലോചന വന്ന് അവരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞത്. അത് തെറ്റായ ഒരു കാര്യമാണ്. നമുക്ക് ബ്രദറുകാരുമായിട്ട് പല കാര്യത്തിലും യോജിപ്പൊക്കെ ഉണ്ടെങ്കിലും വിവാഹബന്ധത്തിലേക്കോ അങ്ങനെയുള്ള കാര്യത്തിലേക്കോ നമുക്ക് പോകാൻ കഴിയില്ല. അതൊക്കെ തെറ്റായ ആശയങ്ങളാണ്. നമുക്കൊരു വിശ്വാസ സംഹിതയുണ്ട്, അതിൽ ഉറച്ചു നിൽക്കണം. കാരണം നമ്മുടെ പെൺകുട്ടി രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്. അടുത്തപടിയോ അവൾ ആത്മസ്നാനം പ്രാപിച്ചതാണ്. അവൾ ഒത്തിരി മുൻപോട്ട് കയറിപ്പോയി. അവൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നവളാണ്, അല്ലേ? ആത്മസ്നാനം പ്രാപിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവസന്നിധി നിൽക്കുക. ഇനി ബ്രദറുകാരനെ കൊണ്ട് കെട്ടിക്കുക എന്ന് പറഞ്ഞാലോ, അവളൊരു ഓർഡിനറി ബസ്സിൽ കയറി പുറകോട്ട് വരണം. അവൾ സൂപ്പർ ഫാസ്റ്റിൽ അങ്ങോട്ട് പോയത്. ഇപ്പം തിരിച്ച് അവൾ ഓർഡിനറി ബസ്സിൽ കയറിയിട്ട് പ്രാകാരത്തിലേക്ക് വന്ന് പ്രാകാരാനുഭവത്തിൽ നിന്ന് ബ്രദറുകാരൻ്റെ കൂട്ടത്തിൽ ചത്തതോ നൊക്കുമോ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞ പോലെ ഒരു പാട്ടൊക്കെ പാടി ഈ പെണ്ണ് ഇടയ്ക്കൊക്കെ സ്തോത്രം അല്ലേലിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് അവളുടെ അകം കത്തുകയല്ലായിരുന്നോ ആ രക്ഷയിലും ആ ദൈവരാജ്യ പ്രവേശനത്തിലുള്ള സന്തോഷത്തിൽ. ഇപ്പോഴോ ബ്രദറുകാരൻ്റെ കൂടെ വന്നപ്പോൾ കത്തലൊക്കെ ഉണ്ട്, അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. പ്രകടിപ്പിച്ച് അവർ പറയും ഹാലുളകതാന്ന് പറയും. അപ്പോൾ അങ്ങനെ കെട്ടിക്കാൻ പറ്റുമോ? അപ്പം ഞാനതൊക്കെ തുറന്നു പറഞ്ഞതാണ്, അതായത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനായിട്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ കോട്ട് ചെയ്യും. പക്ഷെ ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലപ്പോൾ പേരൊക്കെ ഫേക്കായിരിക്കും, വേറെ പേരായിരിക്കും. ചങ്കരൻ എന്നുള്ളതിന് മമ്മ എന്ന് പറയും, മമ്മ എന്നുള്ളതിന് അവറാച്ചൻ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ എന്നാൽ അവരെ ഡയറക്റ്റ് പിക്ചറിൽ കൊണ്ടുവന്ന് ഹരാസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ആ ഇൻസിഡൻറ്റ് പൊതുസമൂഹത്തിന് മുമ്പാകെ കാണിച്ച്, അതായത് ഞാനൊരു ഫേക്കായിട്ടുള്ളൊരു ഒരു കാര്യം ഉണ്ടാക്കുകയല്ല, ഉള്ള കാര്യത്തെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക. അപ്പോൾ എന്താ ഇതിൻ്റെ സാരം പറഞ്ഞതിൻ്റെ? ആലോചനകളില്ലെന്നേ പലർക്കും ഈ കാര്യങ്ങളുടെ ഗൗരവം അറിയില്ല. ഇന്നലെ ഒരു സഹോദരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച അവിടുത്തെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ പ്രസംഗിച്ചു മത്തായി 23 വെച്ച് ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ട് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? താങ്കളുടെ സ്നേഹിതനാണല്ലോ അസിസ്റ്റൻറ്റ് പാസ്റ്റർ, അയാളോട് ഭിന്നതയിൽ കാണുമ്പോൾ സംസാരിക്കാൻ കഴിയില്ലേ? മത്തായി 23 നിന്ന്, അതായത് ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ഒക്കെ കാര്യം പറഞ്ഞിട്ട് അവർ പതാരം കൊടുക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. എന്നാൽ നീതിയും വിശ്വാസ്യതയും മറ്റു പല കാര്യങ്ങളും ഒക്കെ അവർ വിട്ടുകളയുന്നു. നിങ്ങളതൊക്കെ വിട്ടുകളയരുത്, നിങ്ങൾ അതിന് മുകളിലേക്ക് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അയാളത് സ്ഥാപിക്കുമ്പോൾ വളരെ സമഗ്രമായ പഠനങ്ങൾ നമ്മളിവിടെ ആ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവരാജ്യം എന്നുള്ള വിഷയത്തിൽ അത് ബ്രദർ കേട്ടിട്ടില്ലെന്ന് ചോദിച്ചാൽ അത് വെച്ചിട്ടൊരു ആൻസർ, ഒരു 5 minutes ഒരു ആൻസർ പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റുന്നില്ല. കേട്ട് മറന്നു കളയാണ് എല്ലാവരും. കേൾക്കുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ഇതിനകത്ത് ചിലരൊക്കെ എനിക്കറിയാം, അവർ നോട്ട് ചെയ്യുന്നവരാണ്.
അവർക്ക് ബുക്കൊക്കെ ഉണ്ട്, റഫ് ബുക്കൊക്കെ ഉണ്ട്. അതിനകത്ത് വാക്യങ്ങളും ചില ആശയങ്ങളും ഒക്കെ പറയുന്നത് അവർ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നത്തേതിൽ അവർ മറിച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ കാര്യം പറയാൻ കഴിയുന്നുണ്ട്. അല്ലാതെ കുന്തം വിഴുങ്ങിയതുപോലെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചുമ്മാ കേട്ട് കഴിഞ്ഞാൽ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് മറന്നു പോകും നമ്മൾ. അതാണ് മനുഷ്യൻ്റെ രീതികളാണത്, ആരുടെയും കുറ്റമല്ല അത്. അപ്പോൾ അത് ദാവീദിൻ്റെ ആ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിന്നെ വെക്കുക. തൻ്റെ ഹൃദയത്തിലെ അഭിലാഷം അത്യുന്നതനായ ദൈവത്തിനൊരു നിവാസം കണ്ടെത്തുക എന്നുള്ളത്. അതുപോലെ നമ്മൾ ദൈവവിഷയത്തിൽ സമ്പന്നരാകണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ലേ? ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കണം. ഈ പറയപ്പെടുന്ന കല്യാണത്തിൽ ശ്രദ്ധയില്ലാതെ വന്നുപോയ കാര്യമല്ലേ? അത് അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ, അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പോൾ മാവേലിക്കരയിലുള്ള നേരത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന ഒരു ചർച്ചാണ് അവിടെ എന്ന് പറയുന്ന ആളുടെ ചർച്ച്. ഞാനിത് മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആയതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം ഇന്ന് ഷാരോൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് മാറി. ഷാരോനിലേക്ക് അദ്ദേഹം കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാരോൺ തോമാച്ചായനുമായി ബന്ധപ്പെട്ട ആ ഒരു ബന്ധത്തിൽ ഉള്ളയാളാണ്. അത് ഷാരോൺ തോമാച്ചായൻ്റെ മകളാണോ മകളുടെ മകളാണോ എന്തോ അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ. അതുകൊണ്ട് അദ്ദേഹം ഷാരോനിലെത്തി. അദ്ദേഹത്തിന് ഗ്രീൻ കാർഡുണ്ട്, അമേരിക്കൻ ഗ്രീൻ കാർഡുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ ആകുകയെന്നുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ ഈസി ആണല്ലോ. അപ്പോൾ അമേരിക്കൻ ഗ്രീൻ കാർഡൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റേറ്റ് പ്രസിഡൻ്റായി. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഒരു കല്യാണം നടത്തി. വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്, അത് സകലമാന മനുഷ്യരും കണ്ടതാണ്. അദ്ദേഹം യേശു ക്രിസ്തുവിൻ നാമത്തിൽ കെട്ടിച്ചു വിടുക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇതെല്ലാം പ്രചരിക്കും. നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ, അതൊക്കെ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനൊരു ക്ഷമാപണമൊന്നും പിന്നീട് പറഞ്ഞില്ല. ആണെങ്കിലാണല്ലോ മിസ്റ്റേക്കാന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാൾ ക്ഷമാപണം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ഒരു കയ്യബദ്ധമാണ്. മനുഷ്യനല്ലേ, അതൊക്കെ സംഭവിക്കാൻ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ. അതൊക്കെ ചുമ്മാ അഹങ്കാരം കൊണ്ട് ചെയ്യുമ്പോൾ അത് ഒരു സമൂഹത്തെയാണ് ബാധിക്കുന്നത്, ഒരു സൊസൈറ്റിയാണ് ബാധിക്കുന്നത്. ആ സമൂഹം മുഴുവനും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകുകയാണ് അല്ലേ? ഓർത്തഡോക്സിലെ അച്ഛൻ നമ്മളായിട്ട് അമ്മാനാടും യേശുവിൻ്റെ നാമത്തിൽ കെട്ടിച്ചു വിടുക എന്ന്. അതേസമയം ഞാൻ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓർത്തഡോക്സുകാർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ശരിയാ, ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഓർത്തഡോക്സ് കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ നടത്തിയിട്ടുള്ളൂ. അല്ലാതെ യേശു നാമത്തിലൊന്നും എങ്ങും കല്യാണം നടത്തിയിട്ടില്ല, ചരിത്രത്തിലെങ്ങും ഇല്ലെന്നേ. അവിടെ മാമുദീസ, അത് കൊച്ചിൻ്റെ തലയിൽ വെള്ളം ഒഴിക്കുന്നതല്ലെന്ന് ചോദിച്ചാൽ അതെല്ലാം ഫൂളിഷ്നെസ് ആയിരിക്കും. പക്ഷേ ഈ കാര്യങ്ങൾ കൃത്യമാണ്, പറയുന്നത് കൃത്യമാണ്, ചെയ്യുന്നത് തലതിരിഞ്ഞാണെന്നേ ഉള്ളൂ. അത് കെട്ടിക്കുന്നതാകട്ടെ മാമോദീസ ആകട്ടെ എല്ലാം തലതിരിഞ്ഞതാണ്. പക്ഷേ ദൈവശാസ്ത്രപരമായ വിഷയത്തിലേക്ക് വരുമ്പോൾ പറയേണ്ട കാര്യം കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നെ കുഴപ്പമുണ്ടല്ലോ. നമ്മൾ സ്നാനപ്പെടുന്നത് എങ്ങനെയാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ലേ. അതിൻ്റെ കാരണം എന്താ? വിശദീകരണമില്ലേ? നമ്മുടെ മെസ്സേജിൽ അതിൻ്റെ വിശദീകരണം വരും. ഇപ്പോൾ അടുത്തത് എന്താ? വിവാഹമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ അതിലെല്ലാം നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഉദ്ഘോഷിക്കും. തന്നെയല്ല, നമ്മുടെ ആശീർവാദം എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരും വീട്ടിൽ പൊക്കോളാനാണോ? അങ്ങനെയാണോ നമ്മൾ ആശീർവാദം കാണുന്നത്? ആശീർവാദത്തിൻ്റെ ഒരു സെൻറ്റൻസ് കിടക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം അവസാനത്തെ വാക്യത്തിലാണ്. എന്തായാലും 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം, അതിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ലൈൻ, അവിടെയാണ് ആശീർവാദം കിടക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതിന് പകരം നമുക്ക് ബോധിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ ബോധിച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം ദൈവസഭ. അപ്പോൾ ഓരോരോ സമയങ്ങളിൽ ശുശ്രൂഷകന്മാർ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ തെറ്റിക്കുകയാണ്. അതൊക്കെ തെറ്റിച്ച് തങ്ങൾക്ക് തോന്നുന്നത് പോലെ ബോധിച്ചതുപോലെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഭയങ്കരമല്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജുകളിൽ നമ്മൾ പറഞ്ഞു, കോട്ടയത്ത് നടന്ന ആ ഒരു വലിയ പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ ഔട്ട്സൈഡിൽ നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പല കാര്യങ്ങളും ഒക്കെ ചെയ്യിച്ചല്ലോ. അതൊക്കെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നും. പക്ഷേ ഫ്യൂച്ചറിൽ അതിൻ്റെ അപകടം ഭയങ്കരമാണ്. ഫ്യൂച്ചറിൽ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും ആളുകൾ ആർക്കൈവ്സിൽ നിന്ന് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത്. എല്ലാവരുടെയും ആർക്കൈവ്സിൽ എല്ലാ സാധനവും ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഓർത്തഡോക്സുകാരനും കത്തോലിക്കിനൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. പെന്തിക്കോസുകാരന് അധികം വർത്താനം പറഞ്ഞാൽ അവർ ആർക്കൈവ്സ് തുറക്കും, എന്നിട്ട് സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കും. അപ്പോൾ നമുക്ക് വാക്കുകളില്ലാതെ പോകും. കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധി വേർപാടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ തങ്കുനെ കെട്ടിപ്പിടിച്ചിട്ട് തങ്കുൻ്റെ കൂടെ നിന്നിട്ടാണ് പ്രസിദ്ധരായ ഉദ്ദേശിമാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പാളിച്ചയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില മഹാന്മാർ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന്.
നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു ജനറേഷൻ കേൾക്കണം, അത് തെറ്റാണ്, അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ വിളി ഭയങ്കരമാണ്. വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുക്കുന്നൊരു സമൂഹമാണ് നമ്മൾ. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെടരുത്. വിളി തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ, ഇണയല്ല പിണകൾ കൂടിക്കഴിഞ്ഞാൽ വിരുത് തെറ്റും. ട്രാക്കിൽ നിന്ന് തന്നെ മാറിപ്പോവും. ചരിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ. ചരിത്രങ്ങൾ. അത്യുന്നതനായ ദൈവത്തിൻ്റെ നിവാസം പണിതവനാ ശലോമോൻ. അവൻ്റെ ഉള്ളിലെ ചില താല്പര്യങ്ങളും ചില സംബന്ധങ്ങളും അവന് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് അവരോടും ഇവരോടും ഒന്നും കൂടിക്കലർച്ചയരുത്. പക്ഷേ അദ്ദേഹം കൂടിക്കലർന്നു, സകല ദിക്കിലും കൂടിക്കലർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എത്രയോ പേരുടെ ചരിത്രമാണ്. പ്രോത്സാഹനം കൊടുത്ത ആളാരാ? മാർഗദർശി എന്നൊക്കെ പറയില്ലേ? ശലോമോൻ തന്നെയാണ്. പിന്നീട് നോക്കുമ്പോൾ ആഹാബ്, ഇസ്രായേലിലെ രാജാവാ ആഹാബ് സംബന്ധം കൂടിയത് എവിടെയാ? സോർ സീദോനിൽ പോയിട്ടാണ് സംബന്ധം കൂടിയത്. അവിടെ പോയി ഇസബേലിനെ വിളിച്ചോണ്ട് വന്നു. അവിടെ പാളിയില്ലേ? ഇനി അടുത്തത് യഹൂദ രാജ്യത്തിലെ രാജാവായ യഹോശഫാത്ത്, ഭക്തനാണ്, ദാവീദിൻ്റെ വഴി നടന്നവനാ. പക്ഷെ തൻ്റെ മകന് കല്യാണം ആലോചിച്ച് എവിടെ നിന്നാണെന്നറിയാവോ? ആഹാബിൻ്റെ മോളെ, അതായത് ഇസബേലിൻ്റെ മോളെയാണ് കല്യാണം ആലോചിച്ച് കെട്ടിയത്. അപ്പോൾ ഭക്തൻ്റെ ഭക്തിയൊക്കെ എവിടെ പോയി? ഇസ്രായേൽ രാജാക്കന്മാരുടെ കയ്യിൽ ന്യായപ്രമാണത്തിൻ്റെ കോപ്പി വേണ്ടേ? ഫോട്ടോഷാറ്റ് വേണമെന്ന് പകർത്തി എഴുതിയെടുക്കണമെന്നാണ്. ഫോട്ടോഷാറ്റൊന്നും അല്ല, അത് പകർത്തി എഴുതിയെടുക്കണം. അത് രാജാവിൻ്റെ കയ്യിൽ എപ്പോഴും വേണം. അതായത് ഓരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിലെ ദൈവഹിതം മനസ്സിലാക്കാൻ വേണ്ടി അത് തുറന്ന് പരിശോധിക്കണം. അതിനനുസരിച്ചായിരിക്കണം കാര്യങ്ങൾ. അത് തുറന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സംബന്ധത്തിന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റത്തില്ല. അത് തുറന്ന് പരിശോധിക്കുന്നില്ല, കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ല, പഠിക്കുന്നില്ല. അതുകൊണ്ട് പലരും അഴലുകയാണ്, ആപത്തങ്ങളിൽ ചെന്ന് ചാടുകയാണ്. വലിയ കുഴപ്പങ്ങളിലാണ് പലരും ചെന്ന് ചാടുന്നത്. സഹോദരങ്ങളെ, ഇത്ര ഞാൻ പറയാനുള്ള പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ, ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിൽ ഈ കല്യാണത്തിൻ്റെ കാര്യം, നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിച്ച കാര്യം, പലതിനും നമുക്ക് മറുപടി ഉണ്ട് കേട്ടോ. നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയുടെ രീതി വേറെ ആയിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുക, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മുമ്പിൽ വന്ന ചോദ്യങ്ങളാണ്. ഇത്രയും സമഗ്രമായ വിഷയങ്ങൾ മുമ്പിൽ കിടക്കുകയാണ്. കഴിഞ്ഞ സാറ്റർഡേയിൽ പ്രസംഗിച്ച പ്രസംഗം ന്യൂസിലാൻഡുകാർ കേട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കി ഇവിടെ ഇരിക്കുന്ന പലരും കേട്ടവരാണ്. ആ കേട്ടവരുടെ മുമ്പാകെ ഞാൻ പറയുകയാണ്, എത്ര സീരിയസ് ആയ വെളിപ്പാടുകളാണ് നമ്മൾ അവതരിപ്പിച്ചത് അല്ലേ? സമാഗമന കൂടാരം അത് പഠിച്ചത് ഇവിടെയാണ്. അത് പഠിക്കാത്ത ആളുകളുടെ മുമ്പിൽ പോയാണ് നമ്മൾ ആ വിഷയം അവതരിപ്പിച്ചത്. അതായത് പെന്തിക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും തമ്മിലുള്ള അന്തരം, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നുള്ള വിഷയം ഒക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ? ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇവിടെയും നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് അച്ഛനോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ആ വിളക്ക്, സമാഗമന കൂടാരത്തിലെ വിളക്ക്, ആ വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. അതേസമയം ഇന്ന് ഈ കാണുന്ന കൂട്ടങ്ങളിലൊക്കെ ഒലിവെണ്ണയുണ്ട്, എന്നാൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയില്ല. അത് സീരിയസ് ആയൊരു വെളിപ്പാടല്ലേ? അതുപോലെ ക്രിസ്ത്യ ജീവിതം പാളയത്തിന് വെളിയിലാണെന്ന് പറഞ്ഞു. പാളയത്തിന് വെളിയിലാണ്. അപ്പോൾ നമ്മൾ പാളയത്തിലാണോ പാളയത്തിന് വെളിയിലാണോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്, വചനത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ആ വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകണ്ടേ? വചനമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ആ സഹോദരിയുടെ ഒരു ചോദ്യത്തിന് മറുപടിയും കൂടെ പറഞ്ഞ് ഞാൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പൊക്കോളാം. അത് നിങ്ങളും കേൾക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ചിന്തയുണ്ടെങ്കിൽ ചിന്തകളൊക്കെ മാറ്റുക. അതായത് നിങ്ങൾ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് ജോലി ചെയ്യുന്നു, ഒരു 10 സെൻറ്റ് സ്ഥലം നാട്ടിൽ മേടിക്കുന്നു, പിന്നെ അധ്വാനം മുഴുവനും അതിനകത്ത് ഒരു കൊട്ടാരം കെട്ടാനാണ്. കൊട്ടാരമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു 2000 സ്ക്വയർ ഫീറ്റ്, അതിൽ കൂടുതൽ വേണോ? അല്ലെങ്കിൽ 3000 ഇരുന്നോട്ടെ, 2000-3000 സ്ക്വയർ ഫീറ്റ് കെട്ടിപ്പൊക്കണം. പിന്നെ നാട്ടിൽ വരുമ്പോൾ, നാട്ടിൽ 3 കൊല്ലം കൂടുമ്പോഴാണ് വരുന്നുള്ളൂ, 3-4 കൊല്ലം കൂടുമ്പോഴാണ് വരുന്നുള്ളൂ. അപ്പോൾ ആ 4 കൊല്ലം വണ്ടി മേടിച്ചിട്ടിട്ട് അത് തുരുമ്പിക്കും അവിടെ കിടന്ന്, അതിൻ്റെ ബാറ്ററിയും പോവും, എല്ലാം പോവും. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഈ ചിന്തകളാണ് പലരുടെയും തലയിൽ കിടക്കുന്നത്. അതൊക്കെ മേടിച്ചോ സഹോദരങ്ങളെ, അതൊക്കെ ചെയ്തോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. അതൊന്നുമല്ല നമ്മുടെ പ്രൈമറി ആയ കാര്യം, ഏറ്റവും സീരിയസ് ആയ കാര്യം അതല്ല. ഞാൻ ദാവീദിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഈ കാര്യം അവതരിപ്പിക്കുക. നിങ്ങൾക്ക് വളരെ സങ്കടവും ദേഷ്യവും തോന്നിക്കാണും ഇന്ന്. സജി പാസ്റ്റർ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത് എന്താണെന്ന് ചോദിച്ച്. അതായത് തെറ്റായ നിലയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ചില സഹോദരങ്ങൾ, ഒരാളല്ല പലരെ, അവരെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താ? നിങ്ങളൊന്നും അങ്ങനെ ആകരുത്. ഈ ദാവീദിൻ്റെ ചിന്തയിലേക്ക് വരണം.
ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയമായി തീരണം. ആ ഒരു സമർപ്പിത ജീവിതം. ആ ആലയത്തിൽ ഞാനൊരു യാഗമൃഗമാണ്, ആ ആലയത്തിൽ ഞാനൊരു പുരോഹിതനാണ്. ആ തിരിച്ചറിവുകളിലേക്ക് വന്ന് സദാസമയം ഈ ബോധ്യം വേണം. അതുപോലെ തന്നെ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിൻ്റെ കല്ലുകളിലൊരു കല്ലായിട്ട് മാറേണ്ടതാണ് ഞാൻ. വെട്ടുകുഴിയിൽ വെച്ചിട്ട് അതിൻ്റെ പണിക്കുറവ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആ തീർക്കുന്ന പ്രക്രിയയിൽ ഞാനുണ്ടോ? ഞാനൊരു സമർപ്പിതനായ കല്ലാണോ? സമർപ്പിതയായ കല്ലാണോ? എന്നിൽ പണി നടക്കുന്നുണ്ടോ? അത് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് ആത്മാവിൽ അത് തിരിച്ചറിയാൻ കഴിയും. വേറൊരാൾക്കത് കഴിയുന്നതിനേക്കാളും നമുക്കത് ആത്മാവിൽ കഴിയും, വ്യക്തമായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ കാര്യത്തിനല്ലേ? വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിൽ എനിക്കൊരു ഓഹരിയും പങ്കാളിത്തവും ഏറ്റവും പ്രാധാന്യം അതിനാ. അത് കഴിഞ്ഞിട്ട് താൽക്കാലികമായി 70 ഏറിയാൽ 80, ഇപ്പം 30 കഴിഞ്ഞില്ലേ? അതേ 40 കഴിഞ്ഞോ? അതേ 35 കഴിഞ്ഞോ? ഇനി എത്രയുണ്ട്? പാതിയും കൂടി അല്ലേ ഉള്ളൂ. 35എങ്കിൽ ഇനി ഒരു 35 കൂടെ കൂട്ടിക്കോ, 70. അല്ലേ വേണേൽ 10 കൂട്ടിയേക്കാം, 45. അതായത് 80 ഏറിയാൽ 80 അതിൽ കൂടുതലില്ലല്ലോ. ആ ചുരുങ്ങിയ കാലം, ആ ഒരു ഷോർട്ട് പീരീഡ്, അത്രയും കാലത്തേക്കുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ കനത്ത അപകടത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്? വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. അപ്പോൾ നമ്മൾ ആത്മീയ വിഷയത്തിൽ, ദൈവ വിഷയത്തിൽ സമ്പന്നരാകണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ തറപ്പിച്ച് പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നമ്മൾ അന്വേഷിക്കേണ്ടവരാണ്. അതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യത്തിലെല്ലാം കർത്താവ് നടത്തും. സഹോദരങ്ങളെ, നിങ്ങളെന്തിനാണ് വിശ്വസിക്കുന്നത്? നിങ്ങളെന്തിനാണ് സങ്കടപ്പെടുന്നത്? എല്ലാ കാര്യങ്ങളും നമ്മളെക്കാൾ നമ്മുടെ കർത്താവിന് അറിയില്ലേ? നിങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളതല്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് അവർക്ക് പലർക്കും അറിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാം. തക്ക സമയത്ത് മറന്നു പോകാതെ ഓർത്തതൊക്കെ ചെയ്യുന്ന ദോഷികളായ പിതാക്കന്മാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ, സ്വർഗസ്വനായ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാത്ത ദൈവമാണോ? പുതിയ നിയമ ക്രിസ്ത്യാനിത്വം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. പുതിയ നിയമ ക്രിസ്ത്യാനിത്വം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നവർ അവരുടെ ജീവാവസാനം വരെ വിശ്വാസം മുറുകെ പിടിക്കണം. അവർക്ക് ലഭിക്കപ്പെട്ട അഗ്നിമയമായ പ്രമാണത്തെ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ അവരുടെ ലൈഫ് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഓരോ ദിവസവും, അതായത് ഡേ ടു ഡേ മുൻപോട്ട് പോകുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട്. അതിന് നിഴലുകൾ രണ്ടാണ്. ഒന്ന് അബ്രഹാമിൻ്റെ ലൈഫ്, 2 ഇസ്രായേൽ. അബ്രഹാമിനെ വിളിച്ചപ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ട് താൻ ആ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയ ആ ഒരു എത്തലുണ്ടല്ലോ, ആ യാത്രയില്ലേ? ആ യാത്ര ഓർക്കണം. അതുപോലെ തന്നെ ഇസ്രായേലും മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവരുടെ പരാജയങ്ങൾ ഒരു സൈഡിലുണ്ട്, അത് നിൽക്കട്ടെ. അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയാണ്. അവർ മുൻപോട്ട് പ്രയാണം ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടോ മറ്റെന്തെങ്കിലും ശക്തി കൊണ്ടല്ലോ ആണോ? ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമല്ലേ? ആ വിശ്വാസം കുറഞ്ഞവരെല്ലാം മരുഭൂമിയിൽ അവസാനിച്ചു. ആ വിശ്വാസത്തിൽ നിന്ന് വഴുതിപ്പോയവരെല്ലാം മരുഭൂമിയിൽ തീർന്നുപോയി. എന്നാൽ മറ്റൊരു കൂട്ടം, ഒരു ശേഷിപ്പിനെ നമ്മൾ കാണുകയല്ലേ? ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോ മൈനോറിറ്റിയാണ്. യോശുവയും കാലേബും 2 പേര് ഇറങ്ങിയത് എത്ര ലക്ഷം ദൈവമേ! ഇതൊക്കെ നമ്മൾ ഭയക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം പഴയ നിയമത്തിൽ നിന്നല്ല ഞാൻ പറയുന്നത്, പുതിയ നിയമത്തിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ ഇവിടങ്ങളിൽ. ആ ഇറങ്ങി തിരിച്ചുപോരിൽ ബഹുഭൂരിപക്ഷം പേരും ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. നമുക്കങ്ങനെ സംഭവിക്കരുതെന്നാണ് അപ്പസ്വലന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, വളരെ ഗൗരവത്തിലായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ആരംഭത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ അതൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ എടുത്താലും വിരോധമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം പ്രയോജനം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോഴായിരിക്കും. അവിടെ നിൽക്കുമ്പോൾ പോസിറ്റീവായി എടുത്തവർ അതിൻ്റെ ഗുണം അനുഭവിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച്, ഇപ്പോൾ അല്ലാത്തവരെന്ന് വെച്ചപ്പോൾ എന്നോടാരും ദേഷ്യപ്പെടുമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഗൗരവം കൊടുത്തില്ലെങ്കിലും സാരമില്ല. അവിടെ നിൽക്കുമ്പോൾ ലജ്ജിച്ചു പോവും. അതായത് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ 3 കൂട്ടരാണ് പൊങ്ങി വരുന്നത്. ചിലർ നിത്യ നിന്ദയ്ക്ക് വേണ്ടിയുള്ളവരാണ്. അവർ 2ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാണ്. അവർ പോകുന്നത് സ്ഥലം തീപ്പൊയ്കയാണ്. അത് കഴിഞ്ഞ് 2 കൂട്ടരുടെ കാര്യം പറയുന്നുണ്ട്. അടുത്ത കൂട്ടർ നിത്യജീവനായി ഒരു കൂട്ടം ഉയർത്തെഴുന്നേറ്റ് വരും. ആ കൂട്ടത്തിൽ തന്നെ ചിലർ ലജ്ജയ്ക്കായിട്ട് എഴുന്നേറ്റ് വരും.
അപ്പോൾ പൊതുവേ പെന്തക്കോസ്ത് ലോകത്തെ ഒരു ടീച്ചിങ് അനുസരിച്ച് ലജ്ജയ്ക്കായിട്ട് എഴുന്നേൽക്കുന്നവർ നരകത്തിൽ പോകുന്നുള്ളതാണ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല, അങ്ങനെ പഠിപ്പിക്കാറില്ല. നരകത്തിൽ പോയി എന്ത് ലജ്ജിക്കാനാ? അവിടെ നിന്ന് അനുഭവിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ആ കൈവിടപ്പെട്ടു പോയ അവസ്ഥയിൽ അവർ നീറി ദുഃഖവും നിരാശയും ഒക്കെ കൊണ്ട് അവർ ഒരു പരുവത്തിലായി പോകും അവിടെ. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ? അതായത് ഇത് ബൃഹത്തായ വിഷയങ്ങളുടെ ചുരുളഴിഞ്ഞാലേ പിടികിട്ടത്തുള്ളൂ. അത് നമ്മുടെ പെന്തക്കോസ്തിന് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നവരൊക്കെ, ഈ പെന്തക്കോസ്തിലുള്ളവരിൽ ബഹുഭൂരിപക്ഷം പേരും കുഞ്ഞാടിൻ്റെ കാന്തയാണ്. അവരെല്ലാം കാന്ത എന്ന നിലയിൽ പുതിയ ഭൂമിയിൽ പുതിയ ജെറുസലേമിൽ കാണുന്നൊക്കെ സ്വപ്നം കണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അതൊന്നും അങ്ങനെയല്ലെന്നുള്ളത് ഈ സാധുക്കളെ ആരും സാധുക്കളോട് പറഞ്ഞു കൊടുക്കുന്നില്ല. അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നവരെല്ലാം നിയുക്ത മണവാട്ടി മാത്രമാണ്. അവരെ മണവാട്ടി എന്നല്ല വിളിക്കുന്നത്, നിയുക്ത മണവാട്ടി എന്നാണ്. അവരെ മണവാട്ടി എന്നുള്ള നിലയിൽ പരിഗണിക്കുന്ന ദിവസം വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നിയുക്ത മണവാട്ടി എന്ന് പറയും. അതായത് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരുശലേം എന്ന് പറയുന്ന നഗരം അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ കൊരിന്ത് ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. വളരെ സവിസ്തരം നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം എന്നൊക്കെ നമ്മൾ വായിക്കും. അതായത് പുതിയ ഭൂമിയിൽ ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്ന കുഞ്ഞാടാണ്. സെൻട്രൽ പോയിൻ്റ് ആ കുഞ്ഞാടിനോട് ചേർത്തൊരു റൗണ്ട് വരച്ചാൽ, ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിലാണ് തൻ്റെ കാന്ത നിൽക്കും. അതുപോലെ അടുത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ പുതിയ നിയമ ഭക്തന്മാർ ആ ഓട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾ, അതായത് ഓട്ടം പൂർത്തീകരിക്കാത്തവരെല്ലാം നരകത്തിൽ പോകുന്ന ചിന്തിക്കുന്ന ആൾക്കാർ കാണും. അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. പുതുതായിട്ടൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓട്ടം ഓടി തുടങ്ങുന്നത് എവിടെയാണ്? യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ്, അഥവാ ക്രൂശിൽ നിന്നാണ് ഓട്ടം ഓടുന്നത്. എങ്ങോട്ടാ? വിശുദ്ധ പർവ്വതത്തിലേക്കാണ്. ആ ഓട്ടം എവിടെയാണ്? ദൈവരാജ്യത്തിലൊരു ഓട്ടമാണ്. അതിന് വെളിയിലല്ല ഓടുന്നത്. ദൈവരാജ്യത്തിൽ വന്ന വ്യക്തികളാണ് ഓടുന്നത്. അല്ലാതെ ഓടി ദൈവരാജ്യത്തിൽ വരുമല്ല. നമ്മെ പടുകുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നു. അതായത് ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ നിൽപ്പ്, അവിടെ മുതൽ ഓട്ടം ആരംഭിക്കുകയാണ്. എവിടേക്കാണ്? വിശുദ്ധ പർവ്വതത്തിലേക്ക്. ഓട്ടത്തിൻ്റെ തുടക്ക സമയത്തൊക്കെ അതിങ്ങനെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുകയാണല്ലോ. പിന്നീട് ഇങ്ങനെ ഒരു സ്റ്റീപ്പായിട്ട് പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ഒരു ചെരിവ് വരുമല്ലോ. പർവ്വതത്തിൽ കയറുന്നത് അങ്ങനെയല്ലേ? പർവ്വതത്തിലേക്കുള്ള ഒരു ചെരിവൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ കുറച്ച് സമയമൊക്കെ ആളുകളുണ്ടാവും, ഓടുകയൊക്കെ ചെയ്യുമായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആളുകൾ മടുത്തിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ, അങ്ങനെ സ്വയം ആശ്വസിക്കും. നമ്മളിപ്പോൾ അങ്ങനെ അതിവിശുദ്ധനൊന്നും ആകാൻ പോകണ്ട. അങ്ങനെ പലരും ഇവിടെയൊക്കെ ഇരുന്ന് പലതും പ്രസംഗിക്കും. അതൊക്കെ കേട്ടിട്ട് തുള്ളിച്ചാടി പർവ്വതത്തിൽ കയറാനൊക്കെ പോയി നടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരും കാണുമായിരിക്കാം. എനിവേ, അങ്ങനെയൊന്നും നെഗറ്റീവായിട്ട് ആളുകൾ ചിന്തിക്കില്ലായിരിക്കാം. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ ഓട്ടത്തിൽ പല ഭാഗത്തായിട്ട് പലരും നിന്നുപോകും. അതൊരു യാഥാർത്ഥ്യമാണ്. പർവ്വതത്തിലെത്തുന്നത് ചുരുക്കമായിരിക്കും, വളരെ ചുരുക്കമായിരിക്കും പർവ്വതത്തിലെത്തിച്ചേരുന്നത്. കാരണം അത് അത്ര സമർപ്പണം ആവശ്യമാണ്. പർവ്വതത്തിലേക്ക് കയറും തോറും ഭാരം കുറയ്ക്കേണ്ടി വരും. ഭാരങ്ങളെല്ലാം കുറയ്ക്കേണ്ടി വരും. സഹോദരങ്ങൾ, ഇതൊരു മോട്ടിവേഷണൽ ക്ലാസ് അല്ല കേട്ടോ. പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരുന്ന ആളുമല്ല ഞാൻ. ഇത് നെഗറ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിഗണിക്കാം. ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ഒന്നുമില്ല. യാഥാർത്ഥ്യങ്ങളായിട്ട് അവതരിപ്പിക്കുകയാണ്. അതായത് ചെരിവ് തുടങ്ങുമല്ലോ, അതുവരെയൊക്കെ ഭാണ്ഡക്കെട്ടൊക്കെ നല്ലതാണ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറുമ്പോൾ ഭാണ്ഡക്കെട്ടൊന്നുമായിട്ട് ആർക്കും കയറാൻ കഴിയില്ല. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ഒരുവൻ എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചാൽ അവൻ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെ എല്ലാം പകയ്ക്കണമെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? പകയ്ക്കണം, വെറുക്കണം എന്നൊക്കെയുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അത് സുവിശേഷത്തിലാണ് പറയുന്നത്. അതേസമയം ലേഖനത്തിലേക്ക് വരുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ലെന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ബാലൻസ് ചെയ്ത് പഠിക്കേണ്ടി വരും. ഇവിടെ പറയുന്നു വെറുക്കണമെന്ന് പറയുന്നു, അവിടെ പറയുകയാണ് അവരെ ബഹുമാനിക്കണമെന്ന്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും? വളരെ സിമ്പിളായിട്ട് ബാലൻസ് ചെയ്യാം. അതായത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളിൻ്റെ മേൽ സിമ്പിളാണ് ഇതൊക്കെ. പക്ഷെ പലർക്കും ഇതിൻ്റെ ഒന്നും ഉത്തരം കിട്ടുന്നില്ലാത്തതുകൊണ്ട് വലിയ ബാലികേറ മലകളായി മാറുക, വലിയ ഹെഡേക്കുകളായിട്ട് അതൊക്കെ മാറും. ഇവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ വെറുക്കാൻ പറയുന്നു, അവിടെ വായിക്കുമ്പോൾ അങ്ങനെ പറയുന്നു. പക്ഷേ വലിയ പങ്കിന് ഇതിൻ്റെ ഒന്നും അർത്ഥം പിടികിട്ടുന്നില്ല. അതായത് കർത്താവിന് കൊടുക്കേണ്ട ആ പ്രാധാന്യം,
നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുമാറ് ക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിച്ച് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ലോഡ്ഷിപ്പ്, കർത്തൃത്വം, കടിഞ്ഞാണ് ഏൽപ്പിക്കണം. കടിഞ്ഞാണ് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അതിന് പകരം ഭാര്യ കടിഞ്ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് കടിഞ്ഞാൻ പിടിച്ചാൽ, അമ്മയപ്പന്മാർ കടിഞ്ഞാൻ പിടിച്ചാൽ, അല്ലെങ്കിൽ മക്കൾ കടിഞ്ഞാൻ പിടിച്ചാൽ അതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോവില്ല, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അതൊന്നും യോഗ്യമല്ല. അവരെനിക്ക് യോഗ്യനല്ലെന്നല്ലേ പറയുന്നത്. അങ്ങനെയുള്ളവരൊന്നും എനിക്ക് യോഗ്യരല്ലെന്നാണ് മത്തായി 10:37-38 പറയുന്നത്. അവരെനിക്ക് യോഗ്യരല്ല. യോഗ്യരാകണമെങ്കിൽ പലതരം പാണ്ടക്കെട്ടുകളില്ലേ? നിങ്ങൾ പരദേശി മോക്ഷയാത്ര വായിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും ഈ കൂടെ. വായിക്കാത്തവരും കാണും, വായിച്ചവരും കാണും. പരദേശി മോക്ഷയാത്ര വായിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അവസാന സമയത്തേക്ക് വരുമ്പോൾ വിക്കറ്റ് ഗേറ്റുകളിലൂടെയൊക്കെ കടന്ന് പോകണമെങ്കിൽ പാണ്ടക്കെട്ടുകളുമായിട്ട് പോകാൻ കഴിയില്ല. ആ ഇടുങ്ങിയ ഗേറ്റുകളിലൂടെയൊക്കെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ വലിയ പാണ്ടക്കെട്ടും സ്വപ്നങ്ങളും താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നാൽ കടന്നു പോകാൻ കഴിയില്ല. അതിന് നമ്മൾ സാധാരണ വായിക്കുന്നൊരു വാക്യമുണ്ടല്ലോ, സങ്കീർത്തനം 20:4. ഒന്ന് വായിച്ചേ, സങ്കീർത്തനം 20:4. ഇന്നിപ്പോൾ സങ്കീർത്തനം കൊണ്ട് അവസാനിച്ച് പോവോ ദൈവമേ? പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഇന്ന് ഒന്നുകൂടെ പറയാനായിട്ട് പ്രേരണ വരുന്നതുകൊണ്ട് പറയാണ്. വായിച്ചാട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഇതും ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. 132-ാം സങ്കീർത്തനവും ദാവീദിൻ്റെയാണ്. രണ്ടും ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ഇപ്പം രണ്ടും തമ്മിൽ ചേർത്ത് വെച്ച് പഠിച്ച് എങ്ങനെ ഇരിക്കും? ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും അല്ലേ? നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും, ദാവീദിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും നമ്മൾ കണ്ടില്ലേ? അത്യുന്നതനായ ദൈവത്തിനൊരു നിവാസം പണിയുക. ഇപ്പം നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവസഭയുടെ പണിയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ ദൈവകൃപയെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിയും, അതുപോലെ ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതുണ്ട്. വേറെ ആൾക്കാർ വളരുന്നതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും അല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾവിക്കാർക്കൊരു ചിന്ത വരാം, മറ്റുള്ളവർ വളരണമെങ്കിൽ അവർ വളരട്ടെ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ഒരു ചിന്ത വരും. അങ്ങനെയല്ല, നമുക്ക് കൂട്ടുത്തരവാദിത്തങ്ങളുണ്ട്. കൂട്ടുസഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ കൂട്ടുത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ നേരത്തെയൊക്കെ എഴുതിയ പല എഴുത്തുകളും കുറിപ്പുകളും ഒക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ ചിലർക്കൊക്കെ അയക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ 1-2 ആർക്കും അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഇതിനു മുമ്പെങ്ങാനും ഞാനിത് അയച്ച് തന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഭാഗ്യം. അപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അയച്ച് തന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു കാര്യം ആദ്യമായിട്ട് വായിക്കുകയാണല്ലോ. വായിച്ചിട്ട് അതിൻ്റെ ഒരു ഉള്ളടക്കവും അതിൻ്റെ ഒരു ഗൗരവവും ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. എനിക്ക് തിരിച്ച് നിങ്ങളത് എന്താണ് ഗ്രഹിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് എന്നോടും ഒന്ന് പറയണമെന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ പാസ്റ്റർക്ക് അത് അയച്ചു കൊടുത്താൽ പോരെ, അവർ വായിക്കുമോ വായിക്കാതിരിക്കുമോ? പിന്നെ അതിന് മുകളിൽ കയറി ഈ വലിയ വർത്തമാനമൊക്കെ പറയാൻ പോകണോ? മനുഷ്യനെ ഓരോരോ തിരക്കിലും ഓരോരോ ഇതിലും ആയിരിക്കും. അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പുറകെ നടന്നേ ഒരു നീണ്ട കുറിപ്പാണ്. ആ കുറിപ്പ് അയച്ചു കൊടുത്തിട്ട് അവരോട് പറയാണ്, ഇത് വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു ആസ്വാദനം, പുസ്തകാസ്വാദനം എന്ന് കേട്ടിട്ടില്ലേ? ഗ്രന്ഥാസ്വാദനം. അപ്പോൾ അതുപോലെ ഈ കുറിപ്പിൽ ഒരു ആസ്വാദനം ഉണ്ടല്ലോ, ആ ആസ്വാദനം ഒന്ന് തിരിച്ചു പറയാമോ എന്ന് ചോദിച്ചു. ആസ്വാദനമേ അത് ചോദിച്ചൊരു സഹോദരിയോടാണ്. ഏതായാലും ഭാഗ്യം. സഹോദരന്മാരോടാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അവർ ദേഷ്യപ്പെടാം. സഹോദരി ആയതുകൊണ്ട് ദേഷ്യമൊന്നും പെട്ടില്ല. അതായത് മനുഷ്യൻ്റെ സ്വസ്ഥതയിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ആ സ്വസ്ഥതയിലേക്ക് കടന്നു കയറുമ്പോൾ നിന്ന് തരുന്നവരും സമർപ്പിതരായവർ മാത്രമാണ് പർവ്വതത്തിൻ്റെ അങ്ങേ തുമ്പത്ത് വരുള്ളൂ. അവർ മാത്രമേ പുതിയ യെരൂശലേമിൽ എത്തുകയുള്ളൂ. അതായത് ആ പണിയപ്പെടലിന് അവർ അനുവദിക്കുകയാണ്. അവരെ അലോസരമൊക്കെ ഉണ്ടാകാം, എങ്കിൽ പോലും ആ സമർപ്പണത്തിൽ പിന്നെയും ചോദിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കൊട്ടാരക്കരയുള്ള സഹോദരനോട് കഴിഞ്ഞ ദിവസം മത്തായി 23 നിന്നുള്ള വാക്യത്തെ പ്രതി എനിക്ക് മറുപടി തരണമെന്ന് പറഞ്ഞു. സഹോദരൻ എന്നോടാ ചോദ്യം ചോദിച്ചത്, പക്ഷേ എനിക്ക് നിർബന്ധമായി മറുപടി തരണം. 1 വർഷമായി പ്രസംഗം കേട്ടു തുടങ്ങിയിട്ട്. ഈ 1 വർഷത്തെ പ്രസംഗത്തിനകത്ത് അതിൻ്റെ എല്ലാ ഉത്തരവുണ്ട്. പല പ്രസംഗത്തിലാന്ന് മാത്രം, അതെല്ലാം ഓർത്തെടുത്ത് മറുപടി പറയണം.
ഓർത്തെടുത്ത് മറുപടി പറയണം. മത്തായി 5 എഴുതിയിരിക്കുന്നു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ വന്നത്. മത്തായി 23 പറയുന്നു, പരീശന്മാരുടെ നീതിയെ നിങ്ങളുടെ നീതി കവിയണം. അവർ ന്യായം, പിന്നെ ആ 2-3 കൂട്ടം കാര്യങ്ങൾ അവർ ത്യജിച്ച് കളഞ്ഞിട്ട് ചുമ്മാ പതാരം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നു, ഇത് രണ്ടും നിങ്ങൾ കൈകാര്യം ചെയ്യണം. അതായത് ദേശാംശം കൊടുക്കുകയും ചെയ്യണം, ഈ വക കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യരുത്. ഇത് ആരോടാ പറയുന്നത്? പറയുന്ന യഹൂദന്മാരോടാ. ഏത് യഹൂദന്മാർ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ് മുതലായ യഹൂദന്മാരോട്. ആ സമയത്ത് യെരുശലേം ദൈവാലയം ലൈവാണ്. ന്യായപ്രമാണ പ്രകാരമാണ് കാര്യങ്ങളെ പോകുന്നത്. ന്യായപ്രമാണ സംബന്ധിയായ കാര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം. അവർ പെസഹ ആചരിക്കേണ്ടതുണ്ട്, പരിച്ഛേദന ഏൽക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രൂശ് വരെ ഇവരതിൽ കീഴിലാണ്, ന്യായപ്രമാണത്തിന് കീഴിലാണ്. ആ ന്യായപ്രമാണം അനുഷ്ഠിക്കുകയാണ് യേശുക്രിസ്തു. ന്യായപ്രമാണം അനുഷ്ഠിച്ച് ജീവിക്കുകയാണ്. അതായത് തൻ്റെ ക്രൂശീകരണം വരെ ന്യായപ്രമാണത്തിന് കീഴിലിരുന്നു കൊണ്ട്. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? അവൻ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച് ന്യായപ്രമാണത്തിന് കീഴിലിരുന്നു കൊണ്ടാണ്, പ്രമാണം കൊടുത്തവനാണ് യേശുക്രിസ്തു. ആ ക്രിസ്തു തന്നെയാണ് പ്രമാണത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ട് ആ പ്രമാണം അനുസരിച്ചത്. ആ ന്യായപ്രമാണപ്രകാരം യഹൂദനുണ്ടാകുന്ന പുത്രൻ അവൻ 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കണം. 30 വയസ്സ് വരെ. 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് വെളിപ്പെടേണ്ടത്. സ്വതന്ത്രമായി അവന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് 30 വയസ്സിന് ശേഷമാണ്. അപ്പം ഇതെല്ലാം കൊടുത്തവൻ ആ പ്രമാണത്തിന് കീഴിൽ. ജോസഫിനും മറിയയ്ക്കും കീഴടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ന്യായപ്രമാണത്തിന് കീഴടങ്ങിയിരുന്നില്ലേ? അതുപോലെ തന്നെ ഈ ശിഷ്യന്മാരും അവരും അതെല്ലാം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവരോട് പറഞ്ഞ കാര്യമാണത്. അതേസമയം അത് പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിലല്ല അത് നമ്മൾ പഠിക്കുന്നത്. പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ലേഖനങ്ങളിലാണ് അതിൻ്റെ ഉത്തരം കിടക്കുന്നത്. കൊരിന്ത് ലേഖനത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറി. കൊരിന്ത് ലേഖനത്തിലൊന്നും അല്ലെന്നേ, നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത് സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് ഇങ്ങനെ ജനറലായിട്ട് പോട്ടെ. കൊരിന്ത് ലേഖനത്തിൽ ഈ കാര്യം പറയുന്നു. ഈ വിഷയത്തിൻ്റെ ഒരു പൂർത്തീകരണം നമ്മൾ എവിടെയാണ് കൊണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞു മത്തായി 23, മത്തായി 5. ഈ 2 വാക്യവും ഞാൻ ഓർത്തിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഞാൻ വിശ്വാസ വഴിയിലേക്ക് വന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു പ്രാദേശിക സഭ, അങ്ങനെ വിശ്വാസ വഴിയിലേക്ക് വന്നു. ഞങ്ങളുടെ ആ സമൂഹത്തിൻ്റെ തലവൻ, മീൻസ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആൾ, അതിൻ്റെ സൂപ്രണ്ടൻ്റ്, അദ്ദേഹമാണ് മലയാളക്കരയിൽ ദശാംശം എന്ന വിഷയത്തിൽ ഏറ്റവും സമഗ്രമായ പഠനം നടത്തി പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയായി കൂടെ നടന്നയാളാണ്. അങ്ങനെ കൂടെ നടന്നുകൊണ്ട് വാക്യങ്ങളെല്ലാം അറിയാം. അതായത് ഈ തലതിരിച്ച് പ്രസംഗിക്കുന്ന വാക്യങ്ങളും എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അത് തിരിക്കുന്നതെന്നുള്ളത് ഒരു വാക്യത്തിൽ കൊണ്ടുവന്നാണ്. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരും. മലാക്കിയുടെ പുസ്തകത്തിൽ നിന്ന് എല്ലാം പറയും. അതായത് എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാക്കുവാൻ. അപ്പം നിങ്ങൾക്ക് തോന്നും പഴയ നിയമമല്ലേ? പഴയ നിയമമല്ല. അപ്പോൾ ഉടനെ മത്തായി 5 ആ വാക്യം എടുക്കും. 12-13 ഏതോ അവിടെ വാക്യം എടുത്തിട്ട് മത്തായി 5:22 അതായത് ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ വന്നു. കണ്ടോ, നിവർത്തിക്കുവാൻ വന്ന ക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. എന്നിട്ട് 23 വന്നിട്ട് ഈ പരീശന്മാരുടെ കാര്യം പറയും. ആണ്ടോ, അവർ ഈ കാര്യങ്ങളൊക്കെ ത്യജിച്ചിട്ട് മറ്റേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത് രണ്ടും കൈകാര്യം ചെയ്യണമെന്ന്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് പുള്ളി ദശാംശം സ്ഥാപിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലുള്ളൊരു സഹോദരൻ അത് ആത്മാവിൽ ഏറ്റെടുത്തു. പുള്ളിക്ക് അങ്ങ് സന്ധി മഞ്ചകളിലൂടെയൊക്കെ തുളച്ച് കയറി ആത്മാവിലും തട്ടിയിട്ട് ദശാംശം എന്നുള്ളൊരു വിഷയം അങ്ങ് കയറി പിടിച്ചു പുള്ളിക്ക്. പിന്നെ പുള്ളി അങ്ങ് ദശാംശം കൊടുക്കാൻ ആരംഭിച്ചു. ഭയങ്കരമായിട്ട് കൊടുത്ത് പുള്ളി അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പോൾ പാസ്റ്റർമാരെല്ലാം കൈയടിക്കുകയാണ്. കണ്ടോ, ഞങ്ങളുടെ സഹോദരൻ കൊടുക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് കുറ്റി ഉണ്ടല്ലോ, ആ ഗ്യാസ് കുറ്റി അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരാൾക്ക് ആ ബുക്ക് പ്രകാരം ഇത്ര ദിവസത്തേക്ക് 20 ദിവസത്തേക്കും എങ്ങാണ്ടാണ് ഒരു ഗ്യാസ് കുറ്റി കിട്ടുന്നത്. അത് ബ്ലാക്കിൽ കിട്ടും. അദ്ദേഹത്തിന് ബൾക്കായിട്ട് ബ്ലാക്കിൽ ആ കുറ്റി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അദ്ദേഹം അതെന്ത് ചെയ്യും? ചെറിയ ഈ ബോട്ടിലുകളിലേക്ക്, ബോട്ടിൽ നിന്ന് എന്താ പറയുക, ചെറിയ ഈ 5 kg അങ്ങനെ മറ്റോ വരുന്ന ചെറിയ ബോട്ടിലേക്ക് റീഫിൽ ചെയ്യും. റീഫിൽ ചെയ്തിട്ട് ഈ ഓട്ടോക്കാർക്കുണ്ടല്ലോ, ഓട്ടോറിക്ഷ, അവർക്കിത് കൊടുക്കുമ്പോൾ ഭയങ്കര പ്രോഫിറ്റിനാണ് കൊടുക്കുന്നത്. ഭയങ്കര പ്രോഫിറ്റിന്. കാരണം ഈ 1000 രൂപയുടെ ഗ്യാസ് കുറ്റി നിസാരം 400 റുപ്പീസിനോ മറ്റോ ആ കാലത്ത് 300 or 400 അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡി റേറ്റിൽ. അപ്പോൾ ആ സബ്സിഡി ഗ്യാസ് കുറ്റി ഇദ്ദേഹം കൊണ്ടുവന്നിട്ട്, പരിശുദ്ധാത്മ സാന്നിധ്യം പുള്ളിയോട് കൂടെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്, ചിരിച്ച് മണ്ണ് തപ്പും. ഏതായാലും അതൊന്നും കേട്ടിട്ടില്ല. ഞാനാണത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്.
ചെറിയ സിലിണ്ടർ, അത് തന്നെ ചെറിയ സിലിണ്ടർ. ഇതിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതെ ദൂതന്മാരുടെ കാവലുണ്ട്. എന്നോട് തട്ടിക്കേറിയിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ. ദൂതൻ്റെ കാവലൂടെ ഉണ്ടറാന്നാണ് പറയുന്നത്. കാരണം പാസ്റ്ററേന്ന് വിളിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ എന്നേക്കാളും മൂത്തതാ, ഞങ്ങൾ സ്നേഹിതരാണ്. അപ്പോൾ ഈ ഫില്ലിംഗ് സ്റ്റേഷനിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്നേരമൊന്നും എനിക്കും ബോധം വന്നില്ല കേട്ടോ. അതിൻ്റെ ഒടുവിൽ എനിക്ക് ബോധം വന്നത്, ഏറ്റവും ഒടുവിൽ. തുടക്ക സമയത്തൊക്കെ ഞാനും അവിടെ പോയി നിന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്താണെങ്കിലും ബോധം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹിത, അബദ്ധമാണ് ഈ ചെയ്യുന്നത്, ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് അങ്ങനെ തന്നെ ഞങ്ങളുടെ പാസ്റ്ററോട് എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, അവന് കൃഹ, അവൻ പറയുന്നൊന്നും കേൾക്കണ്ട, അതൊക്കെ കേസ് വിട്ടേരെ ബ്രദർ, ഈ ബലത്തോടെ മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. പുള്ളി ആ ബലത്തോടെ പോയി കാശ് കുറേ ഉണ്ടാക്കി, പാസ്റ്റർമാരും ഉണ്ടാക്കി, പുള്ളിയും ഉണ്ടാക്കി. ഏതാണ്ട് 10 or 50 അല്ലല്ലോ, ഏതാണ്ട് 1 കോടി രൂപയ്ക്കടുത്ത് കോസ്റ്റ് വരുന്ന ഒരു വീടൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ കൂട്ടണ്ട, ലാൻഡിൻ്റെയും കൂടെ വില വരുമല്ലോ, ഏതാണ്ട് ഒരു 10-50 ലക്ഷം രൂപ വില വരുന്നൊരു വീടൊക്കെയാണ് വെച്ചത്. എങ്ങനെയാ? സിലിണ്ടർ റീഫില്ല് ചെയ്ത് ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യമൊക്കെ നിവർത്തിച്ചതാണ്. ഇതിനകത്ത് എന്ത് ദൈവഭയം ഉള്ളത്? ഇതിനകത്ത് ദൈവഭയമാണോ ഉള്ളത്? ഇങ്ങനെ ഒരു തലത്തിലേക്ക് അദ്ദേഹം പോയത് എങ്ങനെയാണ്? അദ്ദേഹം ദശാംശം സഭയിൽ ഭയങ്കരമായിട്ട് കൊടുക്കും. ആദ്യം 1000 രൂപ കണ്ടാണ് കൊടുത്തോണ്ടിരുന്നത്, പിന്നെ 1000-ങ്ങളായി, 10,000-ങ്ങളായി. അങ്ങനെയൊക്കെ കൊടുത്തോണ്ടിരുന്നപ്പോൾ പാസ്റ്റർമാർക്ക് വല്ലതും പറയാൻ പറ്റുമോ? ബ്രദർ നിർത്തൂ, സ്റ്റോപ്പ് എന്ന് പറയണമായിരുന്നു. പക്ഷെ സ്റ്റോപ്പ് എന്ന് പറയാൻ നാക്ക് പൊങ്ങൂല. കാരണം 10,000 രൂപയ്ക്ക് ദശാംശം കൊടുക്കുന്നത്, പാസ്റ്റർക്ക് വേറെയും കൊടുക്കും. അത് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പേഴ്സണലായിട്ടൊക്കെ കൊടുക്കുന്ന എൻ്റെ ചിന്ത. കാരണം പുള്ളി എനിക്കറിയാം, പുള്ളി കൊടുക്കുന്ന കാര്യത്തിൽ രാജാവാണ്, കൊടുക്കുന്ന കാര്യത്തിലൊന്നും ഒരു മടിയുള്ള ആളല്ല, അങ്ങനെ കൊടുക്കും. എങ്ങനെ കിട്ടിയതാ ഈ കൊടുക്കുന്നത്? അതിനെല്ലാം അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങളുടെ സൂപ്രണ്ടൻ്റെ പ്രസംഗമാണ് അദ്ദേഹത്തെ കോരിത്തെരിപ്പിച്ചത്, അതിന് പ്രകാരം ദശാംശം കൊടുത്തു തുടങ്ങിയെന്ന്. അതിന് ആധാരമായിട്ടുള്ള വാക്യങ്ങൾ ഏതാ? ഇതൊക്കെയാണ് വാക്യങ്ങൾ. അപ്പം ഞാൻ കൊട്ടാരക്കരക്കാരൻ സഹോദരനോട് ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിന് മറുപടി പറഞ്ഞ് താട്ടെ സഹോദരാന്ന് പറഞ്ഞു. നോക്കണം, നമ്മുടെ പ്രിൻസിപ്പിൾ എവിടെയാണ്, നമ്മുടെ ദൈവശാസ്ത്രം എവിടെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്? രക്ഷയുമായി ബന്ധപ്പെട്ടല്ലേ ഈ വിഷയമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇസ്രായേലും നമ്മളും. എന്നാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ വാഗ്ദത്ത ഭൂമിയിൽ എത്തുമ്പോൾ ആ വാഗ്ദത്ത ഭൂമി 12 ഗോത്രക്കാർക്കും വിശേഷാൽ 11 ഗോത്രക്കാർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞതെന്താ? അതിൽ ഒരു ഗോത്രക്കാരായ ലേവി ഗോത്രക്കാർ, വിശേഷിച്ചതിലെ അഹരോന്യ പുരോഹിതന്മാർ, അവർ ദൈവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. അവരുടെ സന്ധാരണത്തിന് വേണ്ടി 11 ഗോത്രക്കാരും ആലയത്തിൽ ആഹാരം വയ്ക്കേണ്ടതിന് ആ രീതിയിൽ നിങ്ങൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ദശാംശം 10-1 നിർബന്ധമാണ്. ദശാംശം എന്ന് പറഞ്ഞാൽ തന്നെ നിർബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? 10-1 എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതിന് നിർബന്ധമല്ലേ? മനസ്സിനിണങ്ങുന്നത് പോലെ കൊടുത്താൽ പോരല്ലോ. അപ്പോൾ ആ 10-1 കൊണ്ടുവരണം. അങ്ങനെ പറഞ്ഞാണ് ഇസ്രായേലിനെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഹോരേബി വെച്ച് പ്രമാണം കൊടുത്തല്ലോ, അതിൽ ദശാംശമൊക്കെ ഉണ്ട്, അല്ലേ? 613 കൽപ്പനയിൽ ഒന്നാണ് ടൈത്ത്. അത് ഹോരേബി വെച്ച് കിട്ടി. വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ പ്രമാണം കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ടാണ് പറയുന്നത്, ദേശത്ത് വന്ന് ദേശം പിടിച്ചടക്കി കൈവശമാക്കണം, എന്നിട്ട് കൃഷി ചെയ്ത് അതിൻ്റെ ആദ്യ വിളവുകളെല്ലാം ആലയത്തിൽ കൊണ്ടുവരണം. അതിൻ്റെ രീതികൾ ഇങ്ങനെയാണ്. 10-1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പെർസെൻറ്റേജ് കണക്കല്ല, എൻ്റെ രീതിയൊക്കെ വേറെയാണ്. അത് ഞാൻ മുന്നമേ പറഞ്ഞിട്ടുള്ളതാ, ആവർത്തിക്കുന്നില്ല. അപ്പോൾ 10-1, അപ്പോൾ 10-1 കൊടുക്കണം, നിർബന്ധമാണ്. കാരണം എന്താ? അവർക്ക് ലാൻഡ് ദൈവം അങ്ങോട്ട് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു തിരിച്ച് അതിൻ്റെ വീതം ഇവിടെ കൊണ്ടുവരണം, 10-1 കൊണ്ടുവരണം. അതാണ് പഴയ നിയമം. പുതിയ നിയമം അങ്ങനെയാണോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രംഗത്തേക്ക് വരുന്ന ആ വരവുണ്ടല്ലോ, നമുക്ക് പലതും ഉള്ളതാ, നമുക്ക് പലതും ഉണ്ടായിരുന്നവരാ. ആ ഉള്ളതെല്ലാം കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെക്കാൻ പറഞ്ഞു. നമ്മളോട് പറഞ്ഞ അങ്ങനെയല്ലേ? രക്ഷിക്കപ്പെട്ടപ്പോഴല്ല കേട്ടോ. രക്ഷിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒന്നും പറയില്ല, കണ്ടീഷനൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട അടുത്തപടി നമ്മൾ സ്നാനത്തിലേക്ക് വരികയാണ്. സ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കണം. നമ്മുടെ മുമ്പിൽ യാഗപീഠം, തൊട്ടപ്പുറ ലേവർ അഥവാ താമ്രത്തൊട്ടി, രണ്ടും ഇരിക്കുക. നമ്മുടെ മുമ്പിൽ എന്താ ഇരിക്കുന്നത്? ബലിപീഠവും താമ്രത്തൊട്ടി. അതിന് നടുക്ക് നിൽക്കുക. അപ്പോൾ രക്ഷിക്കപ്പെട്ടൊക്കെ കഴിഞ്ഞു, ഭയങ്കര സന്തോഷമാണ്. എന്താനന്ദം, എനിക്കെന്താനന്ദം, പാട്ട് ഭയങ്കരമാണ്. ഇനി അടുത്തപടി സ്നാനപ്പെടണം. സ്നാനപ്പെടുന്നതിന് മുമ്പാണ് നമ്മൾ പറഞ്ഞ് ഇരുന്നൊന്ന് കണക്ക് കൂട്ടി നോക്കാൻ. കാരണം ഇനി നയിക്കേണ്ടതൊരു വിശുദ്ധ ജീവിതമാണ്, ഒന്നാമത്തെ കാര്യം. 2, ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കണം. ക്രിസ്തുവിൻ്റെ ലോഡ്ഷിപ്പ് അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്ന തല എവിടെയാ? ശരീരം സമ്പൂർണ്ണമായി സമർപ്പിക്കണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രയെന്നൊരു തലം വെളിപ്പെടുകയാണ്. ഇവിടെ മുതൽ ക്രൂശ് എടുക്കുകയാണ്. ഇവിടെ മുതൽ നുകത്തിൻ കീഴിലേക്ക് വരികയാണ്.
ഇവിടെ മുതൽ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്താനുള്ളൊരു ഉത്സാഹത്തിലാണ്. അങ്ങനെ പലതും പറയാനുണ്ട് അല്ലേ? അങ്ങനെ രംഗത്തേക്ക് വന്ന നാം നമുക്കുള്ളതെല്ലാം സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ബലിപീഠത്തിലേക്ക് വെച്ചു. A to Z വെച്ചു. നമ്മുടെ ജോലി വെച്ചു, ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അഥവാ നമ്മുടെ ഉദ്യോഗത്തിൻ്റെ ശമ്പളം എന്നു വേണ്ട എല്ലാം ബലിപീഠത്തിലാണിപ്പോൾ. എല്ലാം ബലിപീഠത്തിൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ദശാംശം കൊടുക്കും? എനിക്ക് മനസ്സിലാകുന്നില്ല. ദശാംശം കൊടുക്കണമെങ്കിൽ ഒരു 10 രൂപ കയ്യിൽ വേണ്ടേ? 10 രൂപ സ്വന്തമായിട്ട് കയ്യിലുള്ള ഒരുവനാണ് ദശാംശം കൊടുക്കാൻ പറ്റുന്നത്. അത് യഹൂദന്മാർ കൊടുക്കുന്നുണ്ട്, കൊടുക്കട്ടെ. ഒരു പുതുനിയമ ക്രിസ്ത്യാനി എങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ലോ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. തിരിച്ചല്ലോ ലോ പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. എവിടെ കൊണ്ടുപോയി ദശാംശം കൊടുക്കും? ലോ പോയിൻ്റ് വയ്ക്കുക. കാരണം എന്താ, ഇവിടെ അഡ്വാൻസ് ചെയ്ത് നാം നമുക്കുള്ളതെല്ലാം ബലിപീഠത്തിൽ വെച്ചു. ജോലി വെച്ചു, ശമ്പളം വെച്ചു. കഴിഞ്ഞ മാസം ശമ്പളം നമ്മളാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഈ മാസം എല്ലാം ബലിപീഠത്തിൽ വെച്ചു. ഇനി എന്നതാ? ഇനി അതല്ല, ഹെവൻലി ഗവൺമെൻറ്റിൻ്റെ വകയാണ്. നമ്മൾ വെറും കസ്റ്റോഡിയന്മാർ മാത്രമാണ്. നമ്മളെ സാധാരണ ഞാൻ വിളിക്കുന്നത് ATM എന്നുള്ള നിലയിലാണ്. ATM. നമ്മളെന്ന് പറയുന്നത് എന്താണ്? നിങ്ങളൊരു പക്ഷേ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും. അന്തം വിട്ട് പോകരുത്, വല്ലാതെയായി പോകരുത്. സാധാരണ പാസ്റ്റേഴ്സ് പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ദൈവമാകുന്ന ATM-ൽ വിശ്വാസമാകുന്ന കാർഡ് ഇട്ട് വലിച്ചുകൊണ്ട് പൊക്കോളാനാണ് പറയുന്നത്. ഇവിടെ അതല്ല, അതിന് കറക്റ്റ് പ്ലേസ്മെൻറ്റാണ് തരുന്നത്. ശ്രദ്ധിച്ച് കേട്ടിട്ട് പൊക്കോണം. ആരെങ്കിലുമൊക്കെ പോയോ ഇതിനിടയ്ക്ക്? പൈസയുടെ കാര്യം പറയുമ്പോൾ ആരും അങ്ങനെ പോകാൻ സാധ്യതയില്ല. ഓക്കെ, നമുക്ക് ആനന്ദകരമായൊരു കാര്യമാണ്. ഫിനാൻസാണ് നമ്മുടെ സംസാര വിഷയം ഇന്ന്, അല്ലേ? അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വന്നവരാണ്, എല്ലാം ബലിപീഠത്തിൽ വെച്ചു. ദുബായിക്കാരൻ അവിടെ ഉണ്ടല്ലോ, കേട്ടോണം, നന്നായിട്ട് കേട്ടോണം. അപ്പോൾ നന്നായിട്ട് വേറൊരു ദുബായിക്കാരനുണ്ട്. ആ ദുബായിക്കാരൻ കയറി പിടിച്ചേക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ദുബായിക്കാരന് കാര്യം മനസ്സിലായി. അപ്പോൾ ഇതാണ്, എല്ലാം ബലിപീഠത്തിൽ വെച്ച് കഴിഞ്ഞു. ഇനി 1 രൂപ നയാ പൈസ കയ്യിലില്ല. എല്ലാം എല്ലാം അക്കൗണ്ടിലുണ്ട്. അത് സൂക്ഷിക്കുന്ന ബാങ്ക് മാനേജരാണ് നമ്മളെന്ന് വേണേൽ ചിന്തിച്ചോ. സൂക്ഷിക്കുന്ന ബാങ്ക് മാനേജരായിട്ട് കൂട്ടിക്കോ, അതിൻ്റെ ATM ആയിട്ട് കൂട്ടിക്കോ, എങ്ങനെ വേണേലും കൂട്ടിക്കോ. ഇനി കൊരിന്ത് ലേഖനത്തിലെ വാക്യപ്രകാരം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെയല്ലേ വാക്യം? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അക്കൗണ്ട് ഹോൾഡർ ആരാ? സ്വർഗത്തിലെ ദൈവം. ഈ ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡർ വലിയവനായ ദൈവം. ബാങ്ക് നമ്മളാണ്. ഇവിടുത്തെ മാനേജരായിട്ട് നമ്മൾ തന്നെ ഇരിക്കുക. അപ്പോൾ നാമാകുന്ന ബാങ്കിൽ ഇതെല്ലാം കിടക്കുക അല്ലേ? മാസ ശമ്പളങ്ങളെല്ലാം ഇവിടെ കിടക്കുകയാണല്ലോ, അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അക്കൗണ്ട് ഹോൾഡർ ആരാ? വലിയവനായ ദൈവം. നമ്മളാരാ? കസ്റ്റോഡിയൻ മാത്രം, സൂക്ഷിപ്പുകാരൻ മാത്രം. ബാങ്ക് മാനേജർക്ക് അതല്ലേ അധികാരമുള്ളൂ. ഇതിൻ്റെ എല്ലാം സൂക്ഷിപ്പുകാരൻ മാത്രമല്ലേ ബാങ്ക് മാനേജർ. അല്ലാതെ അവിടെ കിടക്കുന്ന കോടാനുകോടി രൂപ എടുത്ത് ബാങ്ക് മാനേജർ കൊല്ലം ചെയ്യാൻ പറ്റുമോ? വല്ലവൻ്റെ പൈസ അതെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. സ്ട്രോങ് റൂമിൽ പോയി കഴിഞ്ഞാൽ വാതിൽ തുറന്ന് അകത്ത് കയറി ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിരിക്കുന്ന കാണാം. 500-ൻ്റെ 1000-ൻ്റെ ഒക്കെ നോട്ടുകൾ അവിടെ അടുക്കടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. ആ നോട്ടുകളിലേക്കൊക്കെ നോക്കി സായുജ്യം അടഞ്ഞ് വീട്ടിൽ തിരിച്ചു പോകാം. എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉടമസ്ഥൻ സമ്മതിക്കണം വല്ലതൊക്കെ ചെയ്യണമെങ്കിൽ. എന്ന് പറഞ്ഞതുപോലെ നാമാകുന്ന ബാങ്കിൽ ഉടമസ്ഥൻ ഇട്ടിരിക്കുകയല്ലേ പൈസ മീൻസ് എല്ലാം A to Z. ഞാൻ പണം മാത്രമല്ല ഉദ്ദേശിച്ച എല്ലാം ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. അക്കൗണ്ട് ഹോൾഡർ വലിയവനായ ദൈവം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് വരുമ്പോൾ ആത്മാവ് ഇങ്ങനെ എഴുതി കാണിക്കും. ഇതിനകത്ത് ഡിജിറ്റ് ഇങ്ങനെ വരും. 500, 1000, 2000, 100, 200, 300 എന്നൊക്കെ പറഞ്ഞ് അക്കങ്ങൾ തെളിഞ്ഞു വരും. നടത്തിപ്പ് എന്ന് പറയും. അതിനൊരു ക്രിസ്തീയ ഭാഷയാണ്, ഒരു പെന്തിക്കോസ് ഭാഷയായിട്ട് കൂട്ടിക്കോ. നടത്തിപ്പ് എന്ന് പറയും. നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിജിറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരും. തെളിഞ്ഞു വരുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ അക്കൗണ്ട് ഹോൾഡർ സ്നേഹിക്കുന്നു. ആരുടെ പൈസയാ? അതായത് ബാങ്കിൽ ഇട്ടിരിക്കുക അക്കൗണ്ട് ഹോൾഡർക്ക് ഇഷ്ടമുള്ളത്. ദശാംശത്തിൻ്റെ കഥയൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്, ഓടിക്കും. ഇവിടെ ദശാംശമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ നടത്തിപ്പ്? 100 എന്നാണ് അവിടെ ടൈപ്പ് ചെയ്ത് വന്നതെങ്കിൽ അതാണ് ഹൃദയത്തിൽ വരുന്നത്. അങ്ങനെയല്ലേ പൗലോസ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവ് തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് കൈകാര്യം ചെയ്യാൻ. ടൈപ്പ് ചെയ്ത് 100 എന്നാണെന്ന് വിചാരിച്ചോ. ആത്മാവേ നമ്മുടെ ഉള്ളിൽ ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്യുന്ന 100 എന്നാണെങ്കിൽ 101 ആക്കണ്ട, 100 തന്നെ മതി. ടൈപ്പ് ചെയ്ത് 10,000 ആണെങ്കിൽ 10,000 എന്ന്. ഏത് കാര്യത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളുടെ ലോക്കൽ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ
അതൊന്നുമല്ല, കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തിലാകാം, മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിലാകാം, ഒക്കെ ഇങ്ങനെയുള്ള പ്രേരണകൾ വരും, നടത്തിപ്പുകൾ വരും. അതൊക്കെ കൈകാര്യം ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്. നമ്മൾ സൂക്ഷിപ്പുകാർ മാത്രമാണ്, ഉടമസ്ഥനാരാ? ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ. നിങ്ങളത് കേട്ടിട്ടുള്ളതല്ലേ? നവീന, ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ നവീന ഇത് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? പറയാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡിയിൽ ബലിപീഠം ആൾട്ടാർ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച സമയത്തും ദെൻ ലേവർ അഥവാ താമ്രത്തൊട്ടി അവിടെ വിശ്വാസ സ്നാനം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തും ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് പറയാതെ തരവില്ല. ഇതൊക്കെ പറഞ്ഞു പോകും. നാമും നമുക്കുള്ളതെല്ലാം ബലിപീഠത്തിൽ വെച്ചിരിക്കുകയാണ്. നോക്കണം, നിങ്ങൾ ഇത്രയും നാളും ധരിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ വിശ്വാസത്താലെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. അതിൻ്റെ മറുവശം ഈ പറയുന്നത് വിശ്വാസത്താലാണ് ജീവിതം, വിശ്വാസത്താൽ ഗ്രോ ചെയ്യുന്നു. അതൊക്കെ പറയാമെങ്കിലും ഈ ഒരു അടിസ്ഥാന ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. നാമും നമുക്കുള്ളതെല്ലാം ബലിപീഠത്തിലാണ്. അതുകൊണ്ട് ദശാംശം കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. വേറൊരാളുടെ പൈസ എടുത്ത് ദശാംശം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ദൈവരാജ്യ സംബന്ധിയായ വിഷയങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിൻ്റെ ഉടമസ്ഥനായ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും. അന്നേരം നെഞ്ചുവേദന എടുക്കരുത്, തിരുമൊന്നും ചെയ്യരുത്. തിരുമിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ അല്ല കൊടുക്കുന്നതെന്ന് അർത്ഥം. അതായത് ഉടമസ്ഥൻ്റെ പൈസ ഉടമസ്ഥൻ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് കാണിക്കും. അന്നേരം ATM മെഷീൻ ചുമ്മാ നിന്ന് വിറയ്ക്കരുത്. പൈസ വരുമ്പോൾ ഒരു വിറയുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വിറയല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ കിടന്ന് വിറയ്ക്കരുത്. അത് കാർഡ് ഹോൾഡർ, അതായത് അക്കൗണ്ട് ഹോൾഡർ റിലീസ് ചെയ്യാൻ നേരത്ത് വിട്ടുകൊടുത്തേക്കുക. മെഷീൻ ഒന്നും പറയണ്ട, എത്ര ടൈപ്പ് ചെയ്തോ അതങ്ങ് പുറത്തേക്ക് പോട്ടെ. ഇതല്ലേ അതിൻ്റെ തത്വം. ഇതെങ്ങനെയുണ്ട് ഈ തത്വം? എൻ്റെ കേൾവിക്കാരായ സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് പറയാവോ ഇപ്പം ഈ പറഞ്ഞ തത്വം, ദൈവരാജ്യത്തിൻ്റെ തത്വം, ബലിപീഠം മുതൽ ഇവിടം വരെ പറഞ്ഞ തത്വം, ഇത് അംഗീകരിക്കാവുന്ന തത്വമാണോ അല്ലയോ എന്ന് കേൾവിക്കാരായ ആരെങ്കിലും ഒരാൾക്ക് പറയാവോ? അപ്പോൾ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ തറവാകണം. ഇതൊക്കെ വലിയ അറിവുകളാണ്. ഈ അറിവുകളൊന്നും ബഹുഭൂരിപക്ഷത്തിനും ഇല്ല എൻ്റെ നോവി. ബഹുഭൂരിപക്ഷത്തിന് ഈ അറിവൊന്നുമില്ല. പക്ഷേ ഈ അറിവ് സമ്പാദിക്കാൻ ആളുകൾ കൊണ്ട് താല്പര്യവും ഇല്ല. നമ്മൾ ഈ മെസ്സേജൊക്കെ പറഞ്ഞിട്ട്, ഇന്നത്തെ മെസ്സേജല്ല, ഇന്നിപ്പം മെസ്സേജ് ഇങ്ങനെ കിടക്കുകയാണ്. ഈ മെസ്സേജ് എങ്ങനെ റെക്കോർഡിങ് കിടപ്പുണ്ട്. ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല. ഇത് ഏതായാലും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് അപ്ലോഡ് ചെയ്യാവുന്ന മെസ്സേജ് അല്ല. ആണോ നവീനെ? ഇത് അപ്ലോഡ് ചെയ്യാവുന്ന മെസ്സേജാണോ? ഇതിനകത്ത് നവീൻ നിറഞ്ഞു നിൽക്കുക. നവീൻ്റെ പേരാ കൂടെ പറയുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു ചിതറിയ ചിന്ത എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് കൂട്ടാം. നിങ്ങൾ മാത്രം കേട്ട് അവസാനിക്കട്ടെ. ഇത് പുറമേ ഉള്ളവരാരും കേൾക്കാതിരിക്കട്ടെ എന്നല്ല, കേൾക്കാൻ. ഇത് നമുക്ക് ഈ മെസ്സേജുകൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് നവീനെ. മെസ്സേജുകൾക്ക് എന്താ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞത് അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. അത് പറഞ്ഞ കുറെ ആൾക്കാർക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു. അത് കേൾക്കാനൊക്കെ അനുഗ്രഹം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ പബ്ലിക്ക് വിടുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഈ പ്രസംഗത്തിന് ഒരു പ്രസംഗശാസ്ത്രമുണ്ട്, അതിനൊരു മര്യാദയൊക്കെ ഉണ്ട്, രീതിയൊക്കെ ഉണ്ട്. നമ്മൾ തുടക്കം മുതൽ ആളുകളുടെ പുറത്ത് കുതിര കയറുന്ന പോലെയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ പബ്ലിക്കിലേക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മെസ്സേജ് കഴിയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ കുറിച്ചോണം. മത്തായി 5-ലും മത്തായി 23-ലും പറയുന്ന കാര്യങ്ങൾ ശിഷ്യന്മാർ യഹൂദന്മാരെന്നുള്ള നിലയിലാണ് അവരോട് സംസാരിച്ചത്. അവർ ന്യായപ്രമാണം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ്. അതേസമയം പുതിയ നിയമ സഭയുടെ ഉപദേശം ആരംഭിക്കുന്ന കാൽവറിയിലാണ്. മാളിക മുറി മുതൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. അവിടുത്തെ രീതികളാണ് എല്ലാം ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇസ്രായേലിന് ലാൻഡ് അങ്ങോട്ട് കൊടുത്തു. ഇവിടെ ലാൻഡും സകല കാര്യങ്ങളും ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. തിരിച്ചു പിടിക്കുക എന്ന് പറയും. അവിടെയെല്ലാം റിലീസ് ചെയ്ത് കൊടുത്തു ഇസ്രായേലിന്. ഇവിടെ നമ്മുടെ കാര്യത്തിലെല്ലാം തിരിച്ചു പിടിച്ചു, എല്ലാം ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമ്മളെ എന്താ പറയുക, നമ്മൾ ഉടുത്തേക്കുന്ന ഉടുതുണിയില്ലേ, ഇതിനകത്തുള്ള A to Z അതെല്ലാം സ്വർഗത്തിൻ്റെ വകയാണ്. അല്ല, നമ്മളും സ്വർഗത്തിൻ്റെ വകയാണ്. ചിലർ പറയും വചനം പഠിപ്പിക്കുന്നവന് നന്മയുടെ ഓഹരി കൊടുക്കണമെന്നും. അപ്പോൾ ഓഹരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ. അതൊക്കെ വാക്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ തത്വം ഇതാണെന്നേ. ഇതിൻ്റെ തത്വം ഇതാ.
അല്ലാതെ ഓഹരി ഉണ്ടെന്നുള്ള മസിൽ പിടുത്തമൊന്നുമല്ല. ഇവിടെ പുതിയ നിയമത്തിൽ ഒരു മസിൽ പിടുത്തം ശുശ്രൂഷകനും ഉണ്ടാകാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടു സഹോദരങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല. രണ്ടു കൂട്ടരും മസിൽ പിടിക്കാൻ പാടില്ല. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവരാജ്യ നിമിത്തം നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകരോടൊക്കെയുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. അവിടെയൊന്നും ആത്മാവിൻ്റെ നടത്തിപ്പില്ലാതെ ഒന്നും ചെയ്യേണ്ടെന്നേ. ആത്മ നടത്തിപ്പിനനുസരിച്ച് ഈ വക കാര്യങ്ങളിലൊക്കെ പെരുമാറുക, അതിൻ്റെ ഒരു ഐഡിയ ആണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇനി അത് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. വീണ്ടും ഞാൻ 20-ാം സങ്കീർത്തനത്തിലെ വാക്യം വന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം ഓടിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും പോകാനുണ്ട്, വണ്ടിയൊക്കെ കിട്ടണം. അപ്പോൾ 20-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലേക്ക് വന്നു. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. അതിൻ്റെ കാര്യം നമ്മൾ ദാവീദിനെ തന്നെ കൂട്ടുപിടിച്ചു പറഞ്ഞു. നമ്മൾ വന്നിരിക്കുന്ന ദൈവരാജ്യത്തിൽ നാം ദൈവത്തിൻ്റെ മന്ദിരമായി തീരേണ്ടതുണ്ട്. ആ ദൈവരാജ്യത്തിൽ നമുക്കൊരു വളർച്ചയുണ്ട്, ക്രിസ്തുവിനൊരു വളർച്ചയുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഷയെ പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്ക് ചിലരൊക്കെ കേട്ടത് ഓർക്കുന്നില്ലേ? ന്യൂജൻ പെന്തിക്കോസ്ത് ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു ആശയമാണ് അഭിഷേകം എന്നുള്ളത്. അഭിഷേകം, അഭിഷേകം, പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ, അഭിഷേകം. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ 133-ാം സങ്കീർത്തനം വെച്ചിട്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അഹരോന്റെ തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് ഒഴുകുന്ന ആ അഭിഷേക തൈലം പാദം വരെ എത്തുകയാണ്. അഭിഷേക തൈലം അങ്ങനെ ഒഴുകുകയാണ്. അതായത് അഭിഷിക്തൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ്, വേറെ ആരെയല്ല അഭിഷിക്തൻ എന്ന് പറയുന്നത്. ക്രിസ്തുവാണ് അഭിഷിക്തൻ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് നസ്രായനായ യേശു ക്രിസ്തുവിനെ പിതാവ് പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, അല്ലേ? ക്രിസ്തുവാണ് അഭിഷിക്തൻ. അപ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതനായ ക്രിസ്തുവിൽ നിന്ന് അവിടെ അഹറോൻ നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ തലയിലൂടെ ഒഴുകുന്ന അഭിഷേക തൈലം, ക്രിസ്തുവിലാണ് അഭിഷേകം വ്യാപരിക്കുന്നത്. ആ അഭിഷേകം തലയിലൂടെ താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് ചേരുകയാണ്. എന്നാൽ മുൻപോട്ടുള്ള യാത്രയിൽ ക്രിസ്തുവിനോട് പറ്റിച്ചേരുകയാണ്. അതായത് ശിരസ്സിനോട് പറ്റിച്ചേരുകയാണ്, തലയോട് പറ്റിച്ചേരുകയാണ്, ഇണങ്ങുകയാണ്, കൂടുതൽ കൂടുതൽ പറ്റിച്ചേരുകയാണ്. അപ്പോൾ പറ്റിച്ചേരുന്തോറും അഭിഷേകത്തിൻ്റെ ചലനം കൂടുതലായിരിക്കും, അഭിഷേകത്തിൻ്റെ ജ്വലനം. അതുപോലെ മറ്റൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം വന്നിരിക്കുന്നത് സഭയാം ശരീരത്തിൻ്റെ ഭാഗമാകുവാനാണ്, അല്ലേ? അതായത് രക്ഷിക്കപ്പെട്ടവർ പിന്നത്തേതിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നു. അതായത് ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുമ്പോൾ തൻ്റെ ശരീരത്തോട് ചേരുക എന്നും കൂടെ ഒരു അർത്ഥമാണ്. അതായത് സഭയോട് ചേരുകയാണ്, സഭയോടും കൂടെയല്ലേ ചേരുന്നത്. അപ്പോൾ ആ സഭയിൽ നമ്മെ പ്ലേസ് ചെയ്യുന്ന ഇടം നോക്കണം. സഭയാം ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ഒരു വിരലെന്നുള്ള നിലയിൽ നമ്മൾ ഈ കൈയുടെ ഏറ്റവും ഒരു ചെറിയ വിരൽ കണ്ടില്ലേ? ഈ വിരലിന് 3 ഒടിവുണ്ട്. അതായത് 3 അസ്ഥി കഷ്ണങ്ങളാണിത്. ഒന്ന് ഒടിച്ചു നോക്കിയാറേ, 3 കഷ്ണങ്ങളാണിത്. അതിൽ ഈ ആദ്യത്തെ പീസ് ഇവിടെ ഒരു ഒടിവുണ്ടല്ലോ, ആ ഒരു ഒടിവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വിരലിൽ തന്നെ നോക്കിക്കോളുക. ആ വിരലിൻ്റെ ഏറ്റവും ആദ്യത്തെ കഷ്ണം അതിലായിരിക്കും നിങ്ങളെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി ചെറുതല്ലെന്ന് ചോദിച്ചാൽ അതെ, ചെറുതാകണം, ചെറുതാകണം. ചെറുതായെന്നോർത്ത് എന്നാ കുഴപ്പം? ചെറുതായെങ്കിലും സഭയാം ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മെ യുക്തമായി ചേർക്കുന്നത്, ഇണക്കി ചേർക്കുകയാണ്. അതിനാണ് ഈ ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്. അവർ നമ്മെ പണിയും. അതിൻ്റെ ഒരു ലക്ഷണമാണ് തുടക്കത്തിൽ നിന്ന് ഞാൻ കാണിച്ചത്. അതിനൊരു ലക്ഷണമാണ് തുടക്കത്തിൽ നിന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മെ പണിയും, മുറിക്കും, നമ്മെ മുറിക്കും, യുക്തമായിട്ട് കൂട്ടിച്ചേർക്കും. അങ്ങനെ കൂടിച്ചേർന്നിരിക്കുമ്പോൾ ഈ അഭിഷേകത്തിൻ്റെ ചലനം ശരീരം മുഴുവനുമുണ്ട്. സഭയാം ശരീരത്തിൽ ആ അഭിഷേകത്തിൻ്റെ ചലനമുണ്ട്. അപ്പം നമ്മളുടെ പ്രിൻസിപ്പിൾ എന്താ ഈ വിഷയത്തിലൊക്കെ? അതായത് ഈ അഭിഷേകം പ്രാപിച്ചോ എന്ന് പറഞ്ഞൊക്കെ ഓടുന്നവരോട് നമുക്ക് പറയാനുള്ളത് എന്താ? അതായത് വചനത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി എന്നാണല്ലോ. വചനത്തിൽ നിൽക്കുക, അതായത് തലയോട് ചേർന്നിരിക്കുക, ശിരസിനോട് ചേർന്നിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? വചനത്തോട് ചേർന്നിരിക്കുക എന്നല്ലേ അർത്ഥം. ശിരസാര ക്രിസ്തു അല്ലേ, അഥവാ വചനമല്ലേ? വചനത്തോട് ചേർന്നിരിക്കുക. വചനത്തോട് ചേർന്നിരുന്നിട്ട് ചലിക്കുന്ന ഈ അഭിഷേകം മാത്രമാണ് നമ്മൾ അഭിഷേകം എന്ന് പറയുന്നത്. അല്ലാതെ നൈജീരിയയിൽ അഭിഷേകം ചലിച്ചു, സൗത്ത് ആഫ്രിക്കയിൽ അഭിഷേകം ചലിച്ചു, അവിടെ ക്രിസ് ഓടി, ക്രിസ് ചാടി, ക്രിസിൻ്റെ പെണ്ണുമ്പിള്ള ഓടി എന്നൊന്നും പറഞ്ഞാലൊന്നും നമ്മൾ അംഗീകരിക്കില്ല. അല്ലാതെ ആഫ്രിക്കയിലെ ആളുകൾ തുള്ളുന്നതിനനുസരിച്ചൊന്നും തുള്ളുന്നവരല്ല മലയാളികൾ. വെളിപ്പാടിൻ്റെ ലോകത്ത് സഞ്ചരിക്കുകയല്ലേ. ആ വെളിപ്പാടാണ് പറയുന്നത്. വചനത്തിൽ നിലനിൽക്കുക. വചനത്തിലൂടെ വെളിപ്പെടുന്നൊരു അഭിഷേകമുണ്ട്. വചനമാണ് നമ്മെ ചേർക്കുന്നത്, ആത്മാവാണ് നമ്മെ ചേർക്കുന്നത്. അതിന് വിരുദ്ധമായ അഭിഷേകങ്ങളും ചലനങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കില്ല. അപ്പോൾ അവരുടെ കാര്യം എന്താവെന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്കറിയില്ല.
ഒടുക്കവേ ഫൈനൽ ജഡ്ജ്മെൻറ്റ് അതൊക്കെ ദൈവം അവരുമായിട്ട് തീർത്തോട്ടെ. നമ്മളൊന്നും ജഡ്ജ് ചെയ്യുന്നില്ല കാര്യത്തിൽ, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഉള്ള കാര്യം നമ്മൾ ജഡ്ജ് ചെയ്യും. എന്താ നമ്മുടെ ജഡ്ജ്മെൻറ്റ്? വചനത്തിൽ നിലനിൽക്കുക. വചനത്തിന് വെളിയിലൊരു അഭിഷേകവും ഇല്ല. വചനത്തിന് വെളിയിൽ ചലിക്കുന്ന ഒരു അഭിഷേകത്തെയും നമ്മൾ അംഗീകരിക്കില്ല. അതായത് ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിൽ ചലിക്കുന്ന ഒരു ആത്മാവിനെയാണ് നമുക്ക് പരിചയമുള്ളൂ. ആ കോമ്പൗണ്ടിന് വെളിയിൽ ചലിക്കുന്ന ആത്മാക്കളൊക്കെ അസംഖ്യം ആത്മാക്കളാണ്. അത്തരം ആത്മാക്കളുമായിട്ട് നമുക്കൊരു സംബന്ധവുമില്ല, ബന്ധവുമില്ല. ഈ കോമ്പൗണ്ടിൽ നിൽക്കണം, ഈ കോമ്പൗണ്ടിൽ. അതാണ് അതിൻ്റെ തത്വം. അപ്പം ഞാൻ അഭിഷേകത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞതാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. മുന്നമേ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്. അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ കേൾക്കാത്തവരും ഇന്ന് നമ്മളെ ഒരു പക്ഷെ കേൾക്കുന്നുണ്ടാകും. അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ആ വാക്യത്തിൽ നിന്ന് പറയുകയാണ്. 4-ാം വാക്യത്തിൽ പറയുന്ന ആഗ്രഹവും താല്പര്യവും എടുത്തുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിനോ വിശദീകരണത്തിനോ വന്നിട്ട് കാര്യമില്ല. 4-ാം വാക്യത്തിന് മുമ്പ് 3-ാം വാക്യം ഹൃദയസ്ഥമാക്കണം. 3-ാം വാക്യം ഡിമാൻഡ് ചെയ്യുന്ന ചില ഡിമാൻഡുകളുണ്ട്. 3-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? നിശബ്ദമായി നോക്കുമ്പോൾ കാണുന്നൊരു ബലിപീഠമാണ്, ആൾട്ടറാണ് കാണുന്നത്, അല്ലേ? 3-ാം വാക്യത്തിൽ നിന്റെ വഴിപാടുകളെയൊക്കെ അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. അതായത് നിന്റെ ഭോജനയാഗം, അതുപോലെ നിന്റെ സമാധാനയാഗം, ഇതൊക്കെ അവൻ ഓർക്കട്ടെ. അതുപോലെ നിന്റെ ഹോമയാഗം കൈക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഹോമയാഗം കൈക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കൈക്കൊള്ളട്ടെ എന്നുള്ളതിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഡാഷൻ എന്നുള്ള വാക്കാണ്. ഡാഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെണ്ണീർ എന്നുള്ളതാണ്. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ക്രിസ്തു എന്ന മാതൃകാ പുരുഷനെ നമുക്ക് കാണാം. എഫേസ്യ ലേഖനം 5-ന്റെ ആ 1-2 വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അവിടെ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ആ വഴിപാട് തന്നെ ഇവിടെ കാണുന്നത്. യാഗം എന്ന് പറഞ്ഞാൽ ഹോമയാഗം. തൻ്റെ ജീവിതം ഒരു ഹോമയാഗമായി, തൻ്റെ ബലിമരണം, തൻ്റെ ജീവിതവും തൻ്റെ ബലിമരണവും എല്ലാം അവിടെ വിശദീകരിക്കും. അപ്പം സമർപ്പിച്ചതുപോലെ നിങ്ങളും ആ ഒരു സമർപ്പണത്തിലേക്ക് വരണം എന്നുള്ളതല്ലേ ആഹ്വാനം. ഏതാണ്ട് അങ്ങനെയാണ് ആഹ്വാനം. അങ്ങനെയെങ്കിൽ ഈ 3-ാം വാക്യപ്രകാരം നമ്മുടെ ജീവിതവും അങ്ങനെ ആ ഒരു സമർപ്പണത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതം ബലിപീഠത്തിൽ കത്തിയമർന്ന് ചാരമായി തീരേണ്ടതുണ്ട്. ചാരം. നിന്റെ ഹോമയാഗം കൈക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഹോമയാഗത്തിൻ്റെ എൻഡ് റിസൾട്ട് എന്താ? യാഗമൃഗത്തെ തോലുരിച്ച് അതിനെ കണ്ടകണ്ടമായി നുറുക്കി അതിനെ വെള്ളത്തിൽ കഴുകി അത് ബലിപീഠത്തിലേക്ക് സമർപ്പിച്ച് പിന്നത്തേതിൽ അതിൻ്റെ അടുത്ത കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അതിൻ്റെ ഫൈനൽ എന്താണ്? ഈ യാഗം രാത്രി മുഴുവൻ നിന്ന് കത്തണം. പ്രഭാതത്തിൽ മഹാപുരോഹിതൻ വന്ന് യാഗപീഠത്തിൽ കത്തിത്തീർന്ന അല്ലെങ്കിൽ കത്തി അമർന്ന ആ യാഗത്തിൻ്റെ ചാരം കോരിമാറ്റുമ്പോൾ തൻ്റെ കയ്യിൽ മാംസമോ അസ്ഥിയോ ഒന്നും തടയാൻ പാടില്ല. അങ്ങനെ തടഞ്ഞാൽ ആ യാഗത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കില്ല. ഇതൊന്നും ഇവിടുത്തെ ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരനും കേട്ടിട്ടില്ല. അവൻ്റെ പാത്രം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഇതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഭാഗ്യം മാത്രമല്ല, കേട്ടിട്ട് ആ സമർപ്പണത്തിലേക്ക് വരികയും ചെയ്യണം. ഓർക്കണം, എന്നാ നമ്മൾ ബലിപീഠത്തിലെത്തിയത്? രക്ഷിക്കപ്പെട്ട നമ്മൾ സ്നാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്നൊരു സമർപ്പിത ജീവിതത്തിലേക്ക് വന്നതാ. പിന്നീട് ഇളകുകയോ മറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ വീണ്ടും ദൈവവചനം കേൾപ്പിച്ച് നമ്മെ ആ സമർപ്പണത്തിൽ ഇളകാതെ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ്. വീണ്ടും ദൈവം തൻ്റെ ദാസന്മാരെ അയച്ച് നമ്മളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ്. നമ്മുടെ വിശ്രമസ്ഥലം, നമ്മുടെ ശയ്യ എന്നൊക്കെ പറയുന്നത് ബലിപീഠമാണ്. അവിടെയാണ് തലചായ്ക്കേണ്ടത്. കത്തുന്ന യാഗപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. സമർപ്പിതരായിരിക്കണമെന്ന അർത്ഥം. കാഹളം ധ്വനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പെട്ടിയിലേക്ക് കയറുമ്പോൾ പെട്ടി നിറയെ ചാരമായിരിക്കണം, അല്ലേ? കത്തി അമർന്ന് ചാരമായി തീരണം. സ്വയത്തിൻ്റെ എല്ലാം കത്തി അമരണം. ജഡത്തിൻ്റെ ചിന്തകളെല്ലാം കത്തി അമരണം. എല്ലാം കത്തി അമർന്ന് സ്ഫുടം ചെയ്ത് ഇവിടുന്ന് പറന്നു പോകുന്നത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച വ്യക്തിയായിരിക്കണം. തേജസ്സിന്മേൽ തേജസ്. മരണത്തിൻ്റെ ആ സെക്കൻഡിൽ എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ കാഹളം ധനിച്ച ആ സെക്കൻഡിൽ തീരുമാനിക്കപ്പെട്ടല്ലോ.
നമ്മൾ തേജസ് പ്രാപിച്ചവരായിട്ടാണോ പോകുന്നത്, അതെയോ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരായിട്ടാണോ പോകുന്നത്? വലിയ ചോദ്യമാണ് മുമ്പിൽ വരുന്നത് അല്ലേ? നമ്മൾ തേജസ് പ്രാപിച്ചവരാണോ അതെയോ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരാണോ എന്ന വലിയൊരു ചോദ്യമാണ്. തേജസ് പ്രാപിച്ചവരെല്ലാം പുതിയ ഭൂമി വരും, നിശ്ചയമായും വരും. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവർ മാത്രമാണ് പുതിയ യെരൂശലേമിൻ്റെ ഓഹരിക്കാരായി മാറുന്നത്. വിളിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൃപയും കൃപമേൽ കൃപയും പ്രാപിക്കണം അല്ലേ? ജീവനും ജീവൻ്റെ സമൃദ്ധിയിലേക്കും വരണം. അതുപോലെ തേജസ്സിലേക്ക് വന്നാൽ പോരാ, തേജസ്സിന്മേൽ തേജസ്സിലേക്ക് വരണം. അതിന് ഏൽപ്പിച്ചു കൊടുക്കണം, കത്തി അമരണം, ചാരമായി തീരണം. അപ്പോൾ നമ്മുടെ ചിന്ത ഞാനിവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുക്കം 20-ാം സങ്കീർത്തനത്തിലെ വാക്യം വായിച്ചുകൊണ്ട്, അതിൻ്റെ 4ഉം 3ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ട്, 3ഉം 4ഉം അല്ല വായിച്ചത്, 4ഉം 3ഉം വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് ഒരു പ്രത്യേക രീതിയിലാണ് പോയത്. നമ്മൾ പറയാൻ വന്ന മെസ്സേജ് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയതും കുറിച്ചതും എവി സജ്ജമാക്കി വെച്ചതുമായ കാര്യങ്ങളൊന്നും തൊടാൻ കഴിഞ്ഞില്ല. സാരമില്ല. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഇങ്ങനെയായിരിക്കും നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നത്. നമ്മളുടെ ആഗ്രഹപ്രകാരമല്ലല്ലോ, നമ്മുടെ താല്പര്യപ്രകാരമൊന്നും അല്ലല്ലോ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും പോകുന്നത്. ചില സമയത്ത് ഗ്രാമറൊക്കെ തെറ്റും, ചില സമയത്ത് പ്രോഗ്രാം ഷീറ്റൊക്കെ പൊളിച്ചെഴുതേണ്ടി വരും. ചില സമയത്ത് പ്രോഗ്രാം ഷീറ്റൊക്കെ പൊളിച്ചെഴുതേണ്ടി വരും. ഞാൻ ഒരു ഷീറ്റ് പേപ്പറിനകത്ത് പോയിൻറ്റ്സ് എല്ലാം, അച്ഛൻ പറഞ്ഞതും നമ്മൾ മറുപടി കൊടുക്കേണ്ടതുമായ പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. തൊടാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് അങ്ങനെയല്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇങ്ങനെ പോകാനായിരിക്കും ആത്മാവ് നടത്തിയത്. അപ്പം ഞാൻ ആ നടത്തിപ്പിനനുസരിച്ച് പോയി. അതിൻ്റെ അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്: നാം സമർപ്പിതരായി വന്നിരിക്കുകയാണ്, ബലിപീഠത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഒടുക്കം ചാരം മഹാപുരോഹിതന് കാണണം. മഹാപുരോഹിതൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ചാരം കയ്യിലെടുക്കണം. അതിനകത്ത് അസ്ഥിയോ മാംസങ്ങളോ ഒന്നും കയ്യിൽ തടയാൻ പാടില്ല. അങ്ങനെ തടഞ്ഞാൽ നമ്മൾ യോഗ്യരായി തീരില്ല. അപ്പോൾ യോഗ്യരായി തീരുവാൻ തക്കവണ്ണം ആ സമർപ്പിത ജീവിതത്തിൽ ഇളകാതെ ദാവീദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊള്ളുക. അങ്ങനെ ആ സമർപ്പിത ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.